മൂല്യമിതാത്തരണം തൈലം വ്യാപാരിയുടേവം പറയും പാപിനി തൻ്റെ നാദം ബഹുമധുരം നൽകുക മേത്തരമാം തൈലം. ഞാനതിലെൻമിഴിനീർ ചേർത്തിട്ടേകാത്മജനേ അഭിഷേകിക്കട്ടെ. ഇപ്പരിമള തൈലത്താൽ ഞാൻ പാപവിമോചനമാർന്നിടുമെന്നെൻ ദൈവത്തിൽ പ്രത്യാശിക്കുന്നേ. അവൾ തൈലം വാങ്ങി ചെന്നാ വിശ്വാസം ദർശിച്ചുടയോൻ ഹല്ലേലൂയ പാപക്ഷമ നൽകി. നമുക്ക് പ്രാർത്ഥിക്കാം. അതിശ്രേഷ്ഠതയേറിയ സ്വർഗീയ രഹസ്യങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും യോർദാൻ നദിയിൽ സ്നാനത്തിനായി വരികയും ഞങ്ങളുടെ പാപബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളുടെ ആത്മാക്കളെ ഉദ്ധരിക്കുകയും ചെയ്ത സാക്ഷാൽ മണവാളനായ സ്വർഗീയ പിതാവേ, നിൻ്റെ മഹത്വമേറിയ സ്നാനത്തിങ്കൽ സ്വർഗം ഭയചകിതരായി നിന്നിരുന്നു. എന്തെന്നാൽ സൃഷ്ടാവിത സൃഷ്ടിയുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തക്ക സമയത്ത് തന്നെ ലോകത്തിന് വെളിപ്പെടുന്നു. നീ യോർദാനിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ മറഞ്ഞു കിടന്ന ആന്തരിക സർപ്പത്തെ മർദ്ദിക്കുകയും അവൻ്റെ അന്തകൻ നീയാകുന്നുവെന്ന് അവന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. സ്നാനത്തിനായി പിതാവിൻ്റെ പുത്രൻ യോഹന്നാൻ്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുമ്പോൾ തീയാകുന്ന പരിശുദ്ധാത്മാവ് താഴേക്ക് അത്യുഗ്രത്തിൽ പറന്നിറങ്ങി. യോഹന്നാൻ അവനെ പ്രാവ് പോലെ കണ്ടെങ്കിൽ അത് ആ വെള്ളത്തിനടിയിലേക്ക് പോവുകയും പരിശുദ്ധാത്മാവിൻ്റെ അത്യുഗ്രത അവിടെ തീയായി മാറി ക്രോധത്താൽ സാത്താൻ്റെ കൈയെഴുത്ത് കല്ലിനെ പൊട്ടിച്ചു കളയുകയും ചെയ്തു. ആകാശത്തിൽ സൗമ്യനായ പ്രാവിനെ പോലെ കണ്ടവൻ വെള്ളത്തിൽ തീ പോലെ ഉഗ്രരൂപിയായി. പിശാചിൻ്റെ ഉടമ്പടിയിൽ പ്രകാരം ആദാമിൻ്റെ കൈയെഴുത്ത് തീർത്ത് കളയുവാനായി നീ അഗ്നിയായി വെള്ളത്തിൽ രൂപാന്തരപ്പെട്ടപ്പോൾ വെള്ളം ഊഷ്മളമായി മാറി. കർത്താവേ, എന്തെല്ലാം സ്വർഗീയ രഹസ്യങ്ങളാണ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഞങ്ങളുടെ ആലോചനകളാകുന്ന വെള്ളത്തിന്മേൽ നിൻ്റെ പാദസ്പർശം ഉണ്ടാകണമേ. ഞങ്ങളുടെ അറിവുകേട് നിമിത്തം പിശാചിന് കൈകൊടുത്ത് പ്രതിഷ്ഠിച്ച എല്ലാ ചിന്തകളെയും നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി പൊട്ടിച്ചു കളയുകയും ഞങ്ങളുടെ ഹൃദയത്തിങ്കൽ ചൂടുപിടിക്കുകയും ചെയ്യുമാറാകണമേ. രഹസ്യങ്ങളുടെ ഭണ്ഡാരമായ പിതാവിനും പുത്രനും ജീവനും വിശുദ്ധിയുള്ള പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. സ്വർഗത്തിലെ എൻ്റെ സാക്ഷിയും ഉയരങ്ങളിൽ ഇരിക്കുന്ന എൻ്റെ ജാമ്യക്കാരനുമായ കർത്താവായ യേശുവേ, അവിടുന്ന് ന്യായാധിപന്മാരുടെ ന്യായാധിപതിയായി വാണരുളുന്നു. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവുമായുള്ളവേ, നീ ഒരേ സമയം തന്നെ അധികാരികൾക്ക് ഭയങ്കരനും മനസ്താപവും മനോവിനയമുള്ളവർക്ക് കരുണ വർഷിപ്പിക്കുന്നവനുമാകുന്നു. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായ നീ ഉന്നതനും പരിശുദ്ധനുമായി തന്നെ വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടിയും വസിക്കുകയും ചെയ്യുന്നു. എൻ്റെ വിധികർത്താവെങ്കിലും ബലഹീനനും അരിഷ്ടനും ദരിദ്രനുമായി എന്നിൽ കരുണ തോന്നിയിട്ട് വിധികർത്താവായ നീ തന്നെ
എനിക്ക് ജാമ്യം നിൽക്കുന്നു. കരഞ്ഞു കരഞ്ഞ് എൻ്റെ മുഖം ചുവന്നപ്പോൾ എൻ്റെ ജാമ്യക്കാരനായി ഉയരത്തിൽ നിന്ന് താണിറങ്ങി നിൻ്റെ രക്തം പണയം നൽകി എനിക്ക് മറുവിലയായി തീർന്നിരിക്കുന്നുവെന്ന് ഇയ്യോബ് 17:3 പറയുന്നതിൻ്റെ മർമ്മം ഞങ്ങൾക്ക് വെളിവാക്കി തന്നിരിക്കുന്നു. കർത്താവ് എത്ര സ്തുതിച്ചാലും അതൊന്നും മതിയാവുന്നതല്ല. ഈ സമയം നിൻ്റെ മഹനീയ സാന്നിധ്യത്താൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഞങ്ങളെ അലട്ടുന്ന എല്ലാ വ്യാകുലതകളും നിൻ്റെ സ്വർഗീയ സൗന്ദര്യത്തിൽ അലിഞ്ഞ് ഇല്ലാതാകുമാറാകട്ടെ. കർത്താവെ, അരിഷ്ടരായ ഞങ്ങളോട് കരുണ തോന്നി നിൻ്റെ സ്നേഹപാത്രത്തിൽ നിന്ന് ഒരു പങ്ക് ഞങ്ങൾക്കും നൽകണമേ. നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധാത്മാവിനും ഇന്നും എന്നാളും സ്തുതിയും മഹത്വം കരയേറ്റുവാനായിട്ട് തന്നെ ആമേൻ. കർത്താവിൽ അനുഗ്രഹീതരെ, ഒരിടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ബാക്കി പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ ജനനപ്പെരുന്നാളും കർത്താവിൻ്റെ മാമോദീസ വരെയുമുള്ള കാലഘട്ടങ്ങൾ പ്രത്യേകമായി അതിന് വേർതിരിക്കപ്പെട്ടതും അതിലെ സാരാംശങ്ങളും ദൈവിക രഹസ്യങ്ങളും നമുക്ക് ഒരുമിച്ച് ചിന്തിക്കേണ്ടതും ആയിരുന്നതിനാലാണ് ഈ ഒരു മാസത്തിൽ കൂടുതൽ സമയം കർത്താവിൻ്റെ ജനത്തിൻ്റെ ചിന്തകളും മാമോദീസ വരെയുള്ള കാര്യങ്ങളും നമ്മൾ ധ്യാനിക്കുകയും ദൈവസന്നിധിയിൽ പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അത് മുഖാന്തരമായി നമുക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ വെളിപാടുകൾക്കും ദൈവത്തിന് നന്ദി പറയാം. അനേക കാര്യങ്ങൾ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നുവെങ്കിലും എനിക്ക് തന്നെ അത് ബോധ്യപ്പെട്ടത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഇത് നേരത്തെ പഠിച്ചു വെച്ചിട്ട് വന്ന് പറഞ്ഞു തന്നൊന്നുമല്ല. ചില ദനഹയിലെ രഹസ്യപരമായ സംഭവങ്ങൾ എനിക്കും അത് പുതിയ അറിവ് തന്നെയാണ്. അതുകൊണ്ട് ദൈവിക രഹസ്യങ്ങൾ വെളിവാക്കി കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ആനന്ദവും നമുക്ക് സന്തോഷമാണ്. പ്രത്യേകിച്ച് ഇനിയും നമ്മൾ പഠിക്കുവാൻ പോകുന്ന വേദപാഠത്തിൽ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ രഹസ്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തിയെപ്പറ്റി നമ്മൾ പഠിക്കും. നമ്മളതിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. കാരണം ഇതിലൊരു ആനന്ദം നമ്മൾ കണ്ടെത്തണം. ജൈവികമായ വ്യാപാരം എന്ന് പറയുന്നത് ദൈവിക രഹസ്യങ്ങളിൽ പങ്കാളികളാകുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ രഹസ്യം വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് നമ്മൾ പെസഹ സന്ധിയിൽ ഇപ്രകാരം പാടുന്നത്: രഹസ്യം രഹസ്യം കൽപ്പിച്ചീശൻ, രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും. അങ്ങനെയാണ് നമ്മൾ പാടുന്നത്. രഹസ്യം രഹസ്യം കൽപ്പിച്ചീശൻ, രഹസ്യമെനിക്കും എൻ വീട്ടുകാർക്കും. അത് വീട്ടുകാർക്കേ മനസ്സിലാകത്തുള്ളൂ, പുറത്തൊരാൾക്ക് ഇത് മനസ്സിലാകത്തില്ല. കാരണം രഹസ്യം ആർക്കാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്? രഹസ്യം ആരിൽ നിന്നാണ് വെളിപ്പെട്ട് കിട്ടുന്നത്? ഇത് രണ്ടും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് കൂട്ടുകാരായിട്ട് ഒരുപാട് പേർ കാണുമായിരിക്കാം. പക്ഷേ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരാളോട് മാത്രമേ നമ്മളെ രഹസ്യങ്ങൾ പറയത്തുള്ളൂ. അല്ലാതെ എല്ലാവരോടും പറയില്ല. ഇതാരാണ് ഈ ക്ലോസ് ഫ്രണ്ട്? ക്ലോസ് ഫ്രണ്ട് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് കൃത്യമായൊരു ആത്മബന്ധം പുലർത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ആ ക്ലോസ് ബന്ധം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നമ്മൾ ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. യേശുക്രിസ്തു എന്നത് ഒരു ശക്തിയല്ല. ശക്തി തലത്തിലേക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ശക്തിയുടെ സംരക്ഷണം മാത്രമേ നമുക്ക് താല്പര്യം തോന്നുകയുള്ളൂ. പൊതുവെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന സത്യേക ദൈവത്തെ ആരാധിക്കുന്ന പലരിലും യേശുക്രിസ്തു എന്ന തൃത്വത്തിൻ്റെ രണ്ടാമൻ ഒരു ശക്തിപ്രാപമായിട്ട് നിലകൊള്ളുകയാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും
ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ദൈവാരാധന നടത്തുന്നത്. നമ്മുടെ ജീവിതം സുഗമമായി പോകണം, രോഗങ്ങളില്ലാതെ, ആകുലതകളില്ലാതെ, ഭാരങ്ങളില്ലാതെ, നൊമ്പരങ്ങളില്ലാതെ പോകണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ക്രിസ്തുവിന് പോലും ഭാരമുണ്ടായിരുന്നു. ദൈവത്തിന് ഭാരങ്ങളുണ്ട്. ഇതൊരു സാധാരണ വിശ്വാസിക്ക് ഉൾക്കൊള്ളുവാൻ പറ്റുന്നൊരു കാര്യമല്ല. ദൈവത്തിന് ഭാരമുണ്ട് എന്ന് പറയുമ്പോൾ, ഗതസമനിയിൽ ഒരു ആശ്വാസദൂതൻ വന്ന് കർത്താവിനെയാണ് ആശ്വസിപ്പിക്കുന്നത്. ആര്? ആ ദൂതനെ സൃഷ്ടിച്ചവനെയാണ് ആശ്വസിപ്പിക്കുന്നത്, മറ്റാരെയല്ല. ദൂതൻ വന്ന് ആ ദൂതനെ സൃഷ്ടിച്ചവനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ പുരോഹിതന്മാരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴുള്ള പ്രാർത്ഥന പോലെ അതിപ്രകാരമാണ്: നീ അവനാൽ ആശ്വസിക്കുകയും അവൻ നിന്നാൽ ആശ്വസിക്കുകയും ചെയ്യുവാൻ ഇടയാകട്ടെ. ഇത് രണ്ടും കൂടെ ഒത്തുവരുന്ന ഒരു പോയിന്റിൽ മാത്രമേ ഈ രഹസ്യങ്ങൾ എന്നുള്ളത് വെളിപ്പെടുത്തുള്ളൂ. അപ്പോൾ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് യേശു ക്രിസ്തു എന്നുള്ളത് ഒരു ശക്തിയായിട്ടല്ല നമ്മൾ കാണേണ്ടത്. പിന്നാരായിട്ടാണ്? വ്യക്തിയായിട്ടാണ്. വ്യക്തി, ഒരാൾ. പിതാവും ഒരു വ്യക്തി, പുത്രൻ ഒരു വ്യക്തി, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി. ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഒരു ശക്തി വ്യാപാരം പോലെയാണ് പലരും കണ്ടിരിക്കുന്നത്. ശക്തിയാണ്, ശക്തിയല്ലെന്നല്ല. പക്ഷേ എന്താണ് പരിശുദ്ധാത്മാവ്? അബണ്ടൻസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഹോളി സ്പിരിറ്റ് എന്ന് പറയാറുണ്ട്. എന്താണ്? അബണ്ടൻസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ ആ വ്യക്തിത്വത്തിൻ്റെ ധാരാളിത്വം നമ്മളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന സന്തോഷത്തിൻ്റെ അനുഭവം കൂടിയാണ് പരിശുദ്ധാത്മാവ്. എന്നാൽ ഈ കണ്ണുകൊണ്ട് കാണുവാൻ പാടില്ലാത്തവണ്ണം അത്യുന്നതനായിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷവും ദൈവത്തിനുണ്ട്. അതിനെ വേണമെങ്കിൽ നമുക്ക് പിതാവെന്ന് ചിന്തിക്കാം. ഇവരെല്ലാവരും കൂടെ ഒത്തിരിക്കുന്ന, ഒന്നായിരിക്കുന്ന ഒരവസ്ഥയാണ് തൃത്വം എന്ന് പറയുന്നത്. അത് മനുഷ്യന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അവരൊന്നായിരിക്കുന്നതിനാൽ ക്രിസ്തുവിലെല്ലാം ഒന്നായിത്തീരുന്നു, എല്ലാം ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്നു, വിശ്വാസം ഒന്നാകുന്നു, പ്രത്യാശ ഒന്നായിട്ട് മാറുന്നു, സ്നാനവും ഒന്നാണ്. നമ്മൾ വിശ്വാസ പ്രമാണം പറയുമ്പോൾ പലപ്പോഴും തെറ്റിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അത് നിങ്ങളുടെ കുഴപ്പമല്ല, പുസ്തകത്തിലും അങ്ങനെയാണ് അച്ചടിച്ച് വച്ചിരിക്കുന്നത്. എന്താണെന്നറിയാമോ? പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു എന്നാണ് പുസ്തകത്തിലും അടിച്ചു വച്ചിരിക്കുന്നത്. നമ്മൾ പറയുന്നത് അങ്ങനെ. അത് തെറ്റല്ല. പാപമോചനത്തിന് മാമോദീസയായിട്ട് ഒരിക്കൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ശരിയായ പ്രയോഗം അതല്ല. പണ്ടത്തെ പുസ്തകത്തിൽ ശരിയായ പ്രയോഗം ഉണ്ടായിരുന്നു. പിന്നെ ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വന്നതെന്ന് അറിഞ്ഞുകൂടാ. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാകുന്നു. കാരണം വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, ഒറ്റ സ്നാനമേ ഉള്ളൂ. അത് കർത്താവിൻ്റെ മാതൃകപ്രകാരം അവൻ വെച്ചേച്ചു പോയ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അത് പ്രകാരം സ്നാനം എന്ന് പറയുന്ന ആത്മാവിൽ ഇതൊന്നേ ഉള്ളൂ. ഈ സ്നാനം ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ സഭാപരമായ വ്യത്യസ്ത സ്നാനങ്ങൾ മനസ്സിൽ കാണുകയല്ല വേണ്ടത്. പാപമോചനത്തിന് മാമോദീസ എന്ന് പറഞ്ഞാൽ കർത്താവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള വെള്ളത്താലും ആത്മാവിനാലുമുള്ള സ്നാനം ഒന്നേ ഉള്ളൂ. അത് പലത് നടത്തേണ്ട കാര്യമില്ല, പല സമയത്ത് നടത്തേണ്ട കാര്യമില്ല, ഒരാൾ തന്നെ 2 തവണ നടത്തേണ്ട കാര്യമൊന്നുമില്ല, ഒന്നേ ഉള്ളൂ. ഈ സ്നാനമെല്ലാം ഒറ്റ ആത്മാവിലാണ്. അപ്പോൾ നമ്മൾ വിശ്വാസപ്രമാണം പറയുമ്പോൾ ശരിക്കും പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയേണ്ടത്. പക്ഷേ ഇത് പറഞ്ഞ് നമ്മൾ ഒരിക്കൽ നമ്മുടെ മനസ്സിൽ അങ്ങ് വന്നുപോയി ചിന്തിച്ച് നോക്കുമ്പോഴും അതല്ലയോ ശരിയെന്ന് തോന്നും. കാരണം പാപമോചനത്തിന് മാമോദീസ ഒന്നല്ലല്ലോ, കുമ്പസാരം പാപമോചനത്തിനുള്ളതല്ലേ എന്ന് തോന്നാം. മാത്രമല്ല വിവിധ സ്നാനങ്ങളെപ്പറ്റി പല സഭകളും നടത്തുന്നത് അതെല്ലാം കൂടെ വ്യത്യസ്തമല്ലേ എന്നൊക്കെ തോന്നി ഒരു ചെറിയ കൺഫ്യൂഷൻ മനസ്സിലുണ്ടാകാം. പക്ഷേ അതല്ല. സ്നാനം ഒന്ന്, അത് വചനമാണ്. വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. ആ രീതിയിലാണ്
അതിനെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, കർത്താവ് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുമായിട്ട് എത്രയും കൂടുതൽ ചേർന്ന് അടുത്തിരിക്കുന്നവർക്ക് കർത്താവ് പറഞ്ഞു കൊടുക്കുന്നതാണ് രഹസ്യങ്ങൾ. അതുകൊണ്ടാണ് നമുക്ക് ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് പിതാക്കന്മാർക്കും അതുപോലെ തന്നെ വിശുദ്ധന്മാർക്കുമൊക്കെ വെളിപ്പെട്ടിട്ടുള്ള രഹസ്യങ്ങൾ നമുക്ക് ധ്യാനിക്കുവാനും അതോട് ചേർന്നിരുന്ന് നമുക്കും പുതിയ വലിയ ദൈവീക മർമ്മങ്ങൾ കർത്താവ് പറഞ്ഞു തരുന്നതിൽ സന്തോഷിക്കുവാനും നമുക്കിടയാകുന്നത്. അപ്പോൾ ആ സന്തോഷം, ആ വ്യക്തിയിലൊരു സന്തോഷം കണ്ടെത്തുമ്പോൾ വ്യക്തിക്കും നിങ്ങൾക്കും ഒരുപോലെ ആശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്. കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു, അതുപോലെ തന്നെ ആ ആശ്വാസത്തിൽ കർത്താവിനൊരാശ്വാസമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുമ്പോൾ ആ ആശ്വാസത്തിൽ കർത്താവിന് ആശ്വാസമുണ്ട്. ആശ്വസിപ്പിക്കുന്ന ആൾക്ക് പൊതുവേ ആശ്വാസം എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്കൊരു വേദനയോ പ്രയാസമോ ഭാരമോ ദുഃഖമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ഒരാളുടെ അടുത്ത് ചെന്നിരിക്കുന്നത് നമുക്കൊരു ആശ്വാസമാണ്. പക്ഷേ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആശ്വാസമൊന്നും കിട്ടണമെന്നില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതേ ഉള്ളൂ. എന്നാൽ കർത്താവിൻ്റെ ദൈവിക ആശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയല്ല. യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ഒരാൾ വന്നിരിക്കുന്നത് അവൻ്റെ ആശ്വാസത്തിനും കാരണമാകും. നമ്മൾ ശമരിയാക്കാരി സ്ത്രീയുടെ ആ സംഭവം 4-ാം അധ്യായത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. സ്ത്രീയോട് കർത്താവ് എന്ന് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. കർത്താവിന് ദാഹം ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം കർത്താവിനെ പറയുന്നുണ്ട്, ഒരിക്കലും ആർക്കും ദാഹിക്കുവാൻ ഇടയില്ലാത്ത ഒരു വെള്ളം ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. ആ പറയുന്ന ആൾ തന്നെയാണ് ആദ്യമേ പറയുന്നത് ദാഹിക്കുന്നു എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ആന്തരിക അർത്ഥം, നിങ്ങൾ കർത്താവിന് വേണ്ടി ദാഹിക്കണം എന്ന് കർത്താവ് ദാഹിക്കുന്നു. അതാണ്. അതായത് നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വന്നു നിന്ന് ആശ്വാസം പ്രാപിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം അത് കർത്താവിന് ആശ്വാസമാണ്. നമ്മുടെ വിശ്വാസവും അതുപോലെ തന്നെ പൗരസ്ത്യ ചിന്തയും അനുസരിച്ച് ഈ ദൈവവും മനുഷ്യനും രണ്ട് എൻറ്റിറ്റിയിൽ നിൽക്കുന്ന അവസ്ഥയല്ല. അത് എഫേസ്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതല്ലേ, എല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്കൊരു കുടുംബത്തിലെ മിങ്കിളിങ് പോലെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രത്യേക സന്തോഷമാണ് ദൈവിക അനുഭവത്തിൽ നിന്നും പ്രത്യേകിച്ച് കർത്തൃ സാമീപ്യത്തിൽ നിന്നും നമുക്കുണ്ടാകുന്നത്. അങ്ങനെ കർത്താവുമായിട്ട് ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാക്കി വെച്ചാൽ മാത്രമേ ദൈവിക രഹസ്യങ്ങൾ നമ്മളിൽ വെളിപ്പെടൂ. അതുകൊണ്ട് നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ വസ്തുത കൂടുതൽ വ്യക്തമായി വരുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രത്യാശിക്കുകയാണ്. അപ്പോൾ നമുക്ക് 12-ാം അധ്യായത്തിലേക്ക് കയറാം. 11-ാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിച്ച സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ദീർഘമായ 2-3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. വളരെ ആഴമേറിയ സംഗതികൾ പഠിച്ചു. ലാസർ നമ്മുടെ ദേഹത്തിൻ്റെയും മറിയ ആത്മാവിൻ്റെയും മാർത്ത ദേഹിയുടെയും പ്രതീകമായിട്ട് നമ്മളതിനെ കണ്ടുകൊണ്ട് ആ ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും ഉണ്ടായിരിക്കുന്ന വിവിധ ആത്മീക വ്യാപാരങ്ങളെപ്പറ്റി ദീർഘമായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇനി മറ്റൊരു സംഭവമല്ല, ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. പക്ഷേ ഇനിയും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ആഴമേറിയതും എന്ന് പറഞ്ഞാൽ കൂടുതൽ ഗൗരവമേറിയതുമാണ്. കാരണം ഇനിയും യോഹന്നാൻ ഇനിയും തൊട്ടങ്ങോട്ട് അവസാനത്തെ അധ്യായം വരെ യേശു ക്രിസ്തു വാസ്തവമായി ദൈവപുത്രനായിരുന്നുവെന്നും അവൻ ജഡാവതാരം ചെയ്തുവെന്നും അവൻ്റെ മാമോദീസായും തുടർന്നുള്ള പരസ്യശുശ്രൂഷയും പിന്നീടുള്ള രാജകീയ എഴുന്നള്ളത്തും, എന്നാൽ ഏറ്റവും പ്രധാനമായി യോഹന്നാൻ ഊന്നൽ കൊടുക്കുന്ന കർത്താവിൻ്റെ കഷ്ടാനുഭവവും ഉയർത്തെഴുന്നേൽപ്പും തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ അധ്യായം 12-ആണ്. 12-ാം അധ്യായത്തിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഈ 12-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് 11-ാം അധ്യായത്തിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ്. കാരണം 11-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വാക്യം
നിങ്ങൾക്കൊന്ന് വായിക്കാമോ? 11 അധ്യായത്തിൻ്റെ 49 വാക്യം. അവരിൽ ഒരുത്തൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യാപ്പാവ് തന്നെ അവരോട്, നിങ്ങളൊന്നും അറിയുന്നില്ല, ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നുമില്ല എന്ന് പറഞ്ഞു. ബാക്കി, അവനിത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതൻ ആകയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രേ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇനിയുമുള്ള സംഭവങ്ങൾ 3 പ്രധാനപ്പെട്ട കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. 1, കർത്താവിൻ്റെ മരണം. 2, കർത്താവിൻ്റെ ശവസംസ്കാരവും സുഗന്ധലേപനവും. 3, കർത്താവിൻ്റെ ഉയർപ്പ്. ഈ 3 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 11 അധ്യായം ഈ 47 മുതലുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 45 മുതലുള്ള വാക്യങ്ങൾ. 45 വാക്യം തുടങ്ങുന്നത്, മറിയയുടെ അടുക്കൽ വന്ന് യഹൂദന്മാരിൽ പലരും അവൻ ചെയ്യുന്നത് കണ്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് എന്ത് ശുശ്രൂഷ ചെയ്താലും ഒരു ഗ്രൂപ്പ് എപ്പോഴും ഒരു പൈശാചിക ആത്മാവിൽ കാണും. എന്ന് പറഞ്ഞാൽ കർത്താവിനെ എങ്ങനെ നശിപ്പിക്കണം എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ആത്മീകമായ വ്യാപാരം എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. കാരണം ദൈവികമായ വ്യാപാരം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു അശുദ്ധാത്മാവിൻ്റെ എക്സോസിസം നടക്കും. അവനെ പുറത്ത് ചാടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലവും പഠിച്ചതും ചിന്തിച്ചതുമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഒരു അശുദ്ധാത്മാവിനെ പുറത്ത് ചാടിച്ചാൽ അവൻ എവിടെയെങ്കിലും കയറണം, അതവന് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അവിടെ എവിടെയാണ് ഗ്യാപ്പുള്ളത് എന്നുള്ളതാണ് അവൻ നോക്കുന്നത്, അവിടെ കയറും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, പഴുത് കിട്ടുന്നിടത്ത് അവൻ കയറും. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരിലും ഇവൻ അത്ര എളുപ്പം കയറുവാൻ പറ്റില്ല. കാരണം കർത്താവിൻ്റെ ആ വലിയ അഗ്നിയുടെ പ്രൊട്ടക്ഷനിൽ ശിഷ്യന്മാരും തന്നിൽ വിശ്വസിച്ചവർ നിൽക്കുമ്പോൾ കയറുവാൻ പഴുത് കിട്ടിയവരുടെ ഉള്ളിലേക്ക് ഇവൻ കയറും. അതുകൊണ്ട് കർത്താവ് എവിടെയെല്ലാം എന്തെല്ലാം, അത് ചെറിയ ശുശ്രൂഷയാകട്ടെ വലിയ ശുശ്രൂഷയാകട്ടെ, രോഗസൗഖ്യമാകട്ടെ, അപ്പം വിഭജിച്ചു കൊടുക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ എന്തുമാകട്ടെ, അവിടെ ഒരു കൂട്ടം ആൾക്കാർ ഇവനെതിരായി എപ്പോഴും വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെയും അത് സംഭവിച്ചു. അപ്പോൾ മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി നാം എന്ത് ചെയ്യണം, ഇനി ഈ മനുഷ്യനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പിശാച് അവരുടെ ഉള്ളിൽ കൂടി കയറി പറയുകയാണ്. പിശാച് എപ്പോഴും മനുഷ്യൽ കൂടിയേ പ്രവർത്തിക്കത്തുള്ളൂ, അല്ല വേറെ ഒരു ശക്തിയായിട്ട് വന്നൊന്നുമല്ല. ഹെരോദാവിൽ കൂടിയാണ് കർത്താവിനെ കൊല്ലുവാനുള്ള പിശാചിൻ്റെ തീരുമാനം പിശാച് എടുക്കുന്നത്. അതിനൊരു ഹെരോദാവിനെ കണ്ടുപിടിച്ചു, അവൻ്റെ ഉള്ളിലോട്ട് കയറി പൈശാചികമായ കർമ്മങ്ങൾ അവനിൽ കൂടി ചെയ്യുകയാണ് എന്ന് പറയുന്ന പോലെ ഇവിടെ മഹാപുരോഹിതന്മാരും അതായത് കയ്യാപ്പാവ്, അന്നാവ്, മറ്റ് പുരോഹിതന്മാരും പിന്നെ വളരെ തീക്ഷ്ണതയുള്ള യഹൂദ മതാനുസാരികളും എല്ലാവരും കൂടെ അവന് ഇനിയും ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല എന്നുള്ള കാര്യമായിട്ട് തീരുമാനത്തിലേക്ക് വരുവാനായിട്ട് പിശാച് തന്നെ അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഈ രക്ഷണ്യ പ്രവർത്തികളെല്ലാം കർത്താവിൻ്റെ നിയന്ത്രണത്തിലുമാണ്. ഇതും നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് നമ്മൾ കയറുകയാണ്. അതായത് സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, അല്ലേ? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഓർത്തുള്ളത് അതാകുന്നു എൻ്റെ സുവിശേഷം, അല്ലേ? എത്രാം വാക്യമാണ്? 2 തീമോത്തിയോസ് 2:8 2 തീമോത്തിയോസ് 2-ാം അധ്യായം 8-ാം വാക്യം ആണോ? ഓക്കെ, വായിച്ചോളൂ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പോൾ ഒരു സുവിശേഷം എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട് അതിനകത്ത്? കർത്താവിൻ്റെ ജനനം, മരണം, ഉയർപ്പ്. ഇത് 3 എവിടെയുണ്ടെന്ന് പറയാമോ? നിങ്ങൾക്ക് എവിടെയുണ്ടെന്ന് പറയാമോ? വിശുദ്ധ കുർബാനയിലുണ്ട്. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത് വലിയൊരു സുവിശേഷമാണ്.
കർത്താവിൻ്റെ ജനനം ഓർക്കും, മരണം ഓർക്കും, ഉത്ഥാനം ഓർക്കും. അതുമാത്രമല്ല, വേറെ രണ്ടാമത്തെ വരവ് വരെ, അതായത് ലോക ആരംഭം മുതൽ എന്ന് പറഞ്ഞാൽ ലോകാരംഭത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട് മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും അനുസ്മരിക്കുന്ന രഹസ്യപരമായ ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ കുർബാനയ്ക്ക് വേണ്ടിയുള്ള സ്വയം ത്യാഗത്തിന് കർത്താവ് സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള രഹസ്യപരമായ കാര്യങ്ങൾ യോഹന്നാൻ ഇവിടെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരുവാൻ പോവുകയാണ്. ഇനി യോഹന്നാൻ്റെ ലക്ഷ്യം മുഴുവൻ കർത്താവിൻ്റെ ഈ പീഡാനുഭവ ഒരുക്കങ്ങളാണ്. അപ്പം അതിന് മുന്നോടിയായിട്ട് അവൻ്റെ മരണത്തെപ്പറ്റി ഒരു പുരോഹിതൻ തന്നെ, മഹാപുരോഹിതൻ തന്നെ എന്ന് ഞാൻ പറയുവാൻ കാരണം, ഈ മഹാപുരോഹിതൻ കർത്താവിൻ്റെ അനുഭാവത്തിലുള്ള ആളല്ല. കയ്യാപ്പാവ് കർത്താവിനെ എങ്ങനെ ക്രൂശിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരിൽ ഒരാളാണ്. 2 മഹാപുരോഹിതന്മാരായിരുന്നു പ്രധാനമായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? ഒന്ന് ഹന്നാവും, മറ്റേത് കയ്യാഭാസും. ഇവര് ബന്ധുക്കളാണ്. ഹന്നാസ് അല്ല ഇപ്പോഴത്തെ മഹാപുരോഹിതൻ സ്ഥാനം വഹിക്കുന്നത്, കയ്യപ്പാവാണ്. പക്ഷേ ഒരപ്പൻ്റെ സ്ഥാനം പോലെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഹന്നാസാണ്. സ്ഥാനം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് ആരാണ്? കയ്യപ്പാസാണ്. സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഹന്നാസിൻ്റെ ഒരു ഡയറക്ഷനിലാണ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. ഒരു തിന്മയുടെ വ്യാപാരം, അതായത് തിന്മയുടെ വ്യാപാരം എന്ന് ഞാൻ പറയാൻ കാരണം, കർത്താവിനെ കൊല്ലുവാനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുന്ന ഒരു മഹാപുരോഹിതൻ തന്നെ കർത്താവിൻ്റെ മരണം പ്രവചിക്കുകയാണ്. നമ്മളൊരു മനസ്സിലാക്കിക്കൊള്ളണം, ഒരു പുരോഹിതനിലോ അല്ലെങ്കിൽ ദൈവശുശ്രൂഷ നടത്തുന്ന ഒരാളിലോ ശരിയായ പ്രവചനങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. നമ്മളൊരാളെ അയാളുടെ പ്രവൃത്തി കൊണ്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. ചിലർ പറയില്ലേ, ഞാൻ ഇന്ന അച്ഛൻ ചൊല്ലുന്ന കുർബാനയ്ക്ക് പോവില്ല, കാരണം അച്ഛനെ പറ്റി ചില കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. അത് ശരിയുമായിരിക്കാം. പക്ഷേ സഭയുടെ ഒരു പ്രമാണവും അല്ലെങ്കിൽ ആത്മീയമായൊരു രീതിയും അനുസരിച്ച് ഒരു പുരോഹിതൻ്റെ സ്വഭാവം അല്ല അദ്ദേഹം അനുഷ്ഠിക്കുന്ന കുർബാനയ്ക്ക് ആധാരമായിരിക്കുന്നത്. പലരും പള്ളിയിൽ നിന്നും ദേവാലയങ്ങളിൽ നിന്നും ഇത് മുഖാന്തരം മാറി നിൽക്കുന്നുണ്ട്. കാരണം അച്ഛനെ എനിക്കറിയാം, അതുകൊണ്ട് അച്ഛൻ ചൊല്ലുന്ന വിശുദ്ധ കുർബാന സ്വർഗത്തിലെത്തുകയില്ല. ആരാ തീരുമാനമെടുത്തത്? ആ തീരുമാനമെടുത്തത് ഈ പറയുന്ന ആളാണ്. നമ്മൾ ആരെയും വിധിക്കരുതെന്നാണ്, അല്ലേ? യാക്കോബിൻ്റെ ലേഖനം എന്നെടുക്കാമോ? യാക്കോബിൻ്റെ ലേഖനം. നമുക്ക് ആരെയും വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നു എങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേയുള്ളൂ, രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആരാണ്? നമ്മൾ പലപ്പോഴും നമ്മളുടെ തന്നെ ആധ്യാത്മികതയെ വളർത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ അന്യായം കണ്ടുപിടിച്ച് നമ്മളുടെ തന്നെ അവസ്ഥയെ നശിപ്പിക്കാറുണ്ട്. നമ്മൾ വിചാരം നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ അത് നമ്മളുടെ നല്ലതിനാണെന്നാണ്. ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് ഞാൻ വീണ്ടും എടുക്കുന്നത്. ഒരു ദേവാലയത്തിൽ കർമ്മം അനുഷ്ഠിക്കുന്ന ഒരു പുരോഹിതൻ്റെ സ്വഭാവം മോശമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുർബാന സ്വീകരിക്കപ്പെടില്ല. ഇപ്പോൾ ഓൺലൈൻ മീഡിയയും എല്ലാം ഉള്ളതുകൊണ്ട് അവരെല്ലാം നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്നവർ വിചാരിക്കും ശരിയാണല്ലോ, പോകാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ മറ്റൊരിടത്ത് പോകുന്നതാണ് നല്ലത്. അങ്ങനെയൊന്നും അതിനെ കാണേണ്ട ആവശ്യമില്ല.
വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന പുരോഹിതനിൽ കൂടി അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. പുരോഹിതന് കിട്ടേണ്ട അനുഗ്രഹം ദൈവം തീരുമാനിച്ചോളൂ. അങ്ങനെ മാത്രം നമ്മൾ അതിനെ കണ്ടാൽ മതി. ഇവിടെ കർത്താവിൻ്റെ മരണത്തെ പറ്റി പ്രവചിക്കുകയാണ് ആര്? കയ്യാഫ. ആരെ? കർത്താവിനെ കൊല്ലുവാൻ അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മഹാപുരോഹിതനിൽ പരിശുദ്ധാത്മ വ്യാപാരം ഉണ്ടായിട്ട് അവൻ ഒരു സത്യപ്രവചനം നടത്തുന്നു. വേണ്ട, ജനം മുഴുവനും നശിച്ചു പോകത്തക്കവണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. അവനിത് സ്വയമായി പറഞ്ഞതല്ല. താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രേ. അത് സത്യപ്രവചനമാകിയാൽ അത് പരിശുദ്ധാത്മാവിലുള്ള പ്രവചനം തന്നെയാണ്. പക്ഷേ പ്രവചിച്ചത് കർത്താവിൻ്റെ ശത്രു എന്ന് വേണമെങ്കിൽ വിശേഷിക്കപ്പെടാവുന്ന ഒരു കയ്യാഫയിൽ കൂടെയാണ്. അപ്പോൾ യോഹന്നാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് കർത്താവിൻ്റെ മരണം ഇതാ അടുത്ത് വരുന്നു. ഇനിയും മരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു കർത്താവിനെ 12-ാം അധ്യായത്തിൽ തൊട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ മരണം, രണ്ടാമത്തെ കാര്യം ശവസംസ്കാരവും സുഗന്ധലേപനവുമാണ്. അതാണ് 12-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. പിന്നീട് 12-ാം അധ്യായം 9-ാം വാക്യം തൊട്ട് താഴോട്ട് യേശുവിൻ്റെ നിമിത്തം മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണുവാനായിട്ടും കൂടെ അനേകർ വന്നു എന്നുള്ള ഭാഗത്ത് 13-ാം വാക്യത്തിൽ ഈത്തപ്പനിയുടെ ഗുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ പോകുന്നു. ഹോശാന ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നതിന് വാഴ്ത്തപ്പെട്ടവനെന്ന് ആർത്തു എന്നുള്ള ഓശാന പെരുന്നാളിൻ്റെ കാര്യം കൂടെ പറയുമ്പോൾ അവൻ്റെ മഹത്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇനിയും ഉള്ള മുമ്പോട്ടുള്ള അധ്യായങ്ങളിലെല്ലാം യോഹന്നാൻ ശ്ലീഹ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന. 1 അവൻ്റെ മരണം, 2 അവൻ്റെ ശവസംസ്കാരം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ ശവസംസ്കാരം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ശുശ്രൂഷയുടെ അവസാന ഒരു ഭാഗത്ത് കുറച്ച് ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു മരിച്ചു അടക്കപ്പെട്ടു, ശവസംസ്കാരം നടത്തി. അതല്ല, അതിനകത്ത് ഒരുപാട് മർമ്മങ്ങളും കാര്യങ്ങളും അപ്പോൾ തന്നെ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് വിശദമായി ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പഠിക്കാനുണ്ട്. പിന്നീട് അവൻ്റെ മഹത്വീകരണം, അതായത് രാജാവായ എഴുന്നള്ളത്ത് എന്ന് ഇവിടെ ഓശാന അവിടെ പ്രത്യേകിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം ഇത് കർത്താവിൻ്റെ രാജകീയമായ ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പും കൂടെ കാണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് 12-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഒന്നും കൂടെ 11-ാം അധ്യായം 53-ാം വാക്യം എന്ന് വായിക്കുമ്പോൾ അന്ന് മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു എന്നാണ് പറയുന്നത്. എന്ന് മുതൽ ഈ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് യേശുക്രിസ്തുവിൻ്റെ ജനപ്രീതി വളരെ വിപുലമായപ്പോൾ അന്ന് മുതൽ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അതുകൊണ്ട് അടുത്ത വാക്യം, അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടം വിട്ട് മരുഭൂമിക്കരികെ എഫ്രീം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കർത്താവ് പേടിച്ചു പോയതാണോ? അല്ല, പിന്നെന്തായിരിക്കാം? കർത്താവ് എന്തിനാണ് അവരുടെ ഇടയിൽ നിന്ന് പിന്നെ മാറി പാർത്തതിൻ്റെ കാര്യം? പെസഹ നടക്കണം. പെസഹ നടന്നേ പറ്റത്തുള്ളൂ. കർത്താവ് വന്നത് തന്നെ അപ്പമായി തീരാനാണ്. വിശുദ്ധ കുർബാനയായിട്ട് താൻ മാറ്റപ്പെടുവാനാണ് യേശുക്രിസ്തു വന്നത് തന്നെ. അപ്പോൾ ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ദൈവികമായ വ്യാപാരം എന്തു വന്നാലും നടന്നിരിക്കണം. അതിന് ഇവിടെ കുറേ സ്ട്രാറ്റജിക് പ്ലാനിങ് ആവശ്യമാണ്. നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനെ പറ്റി പഠിച്ചല്ലേ? പിശാചിൻ്റെ തന്ത്രങ്ങളെ മാറി നടക്കണം. ഇതൊരു തന്ത്രമാണ്. മാറി നടക്കുക. നമുക്ക് പാപം ചെയ്യാനുള്ള സാധ്യതയിൽ നിന്ന് നമ്മൾ മാറി നടക്കണം. നമുക്ക് പ്രലോഭനങ്ങളും സാധ്യതകളും എല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുവാൻ ഉള്ളപ്പോൾ അതിന് മുന്നമേ ഒരു ധാരണ നമുക്ക് കിട്ടിയാൽ അതിൽ നിന്ന് മാറി നിൽക്കുവാനും മാറി നടക്കുവാനുമുള്ള സ്ട്രാറ്റജി നമ്മൾ തന്നെ ഫോം ചെയ്യണം. അത് പരിശുദ്ധാത്മാവിന് സഹായിക്കും. വിദ്വാൻമാരോട് യഹോരോദാവ് പറഞ്ഞു, ഇതുവഴി വരണം. അപ്പോൾ വിദ്വാൻമാർ ആദ്യം വിചാരിച്ചു, കർത്താവിനെ കാണുവാനുള്ള ആഗ്രഹമാണല്ലോ ഹെരോദാവിനുള്ളത്, ഞങ്ങൾ ഇതുവഴി വന്നേക്കാം. അപ്പോൾ പരിശുദ്ധാത്മാവ് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, അതുവഴി പോകരുത്. അപ്പോൾ മാറിപ്പോയി. അവർ വേറെ വഴിയായി
മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. എന്ന് പറയുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ നമുക്ക് സ്ട്രാറ്റജിക് പ്ലാനിങ് ഉണ്ടാക്കണം. അങ്ങനെ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കർത്താവ് പിന്നീട് യഹൂദന്മാരുടെ ഇടയിൽ പരസ്യമായി നടക്കാതെ അവിടം വിട്ട് മരുഭൂമിക്കരിയെ എഫ്രൈം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായിട്ട് അവിടെ പാർക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കിയോളാം, കർത്താവിൻ്റെ പാർപ്പൊക്കെ വളരെ രസകരമാണ്. ഈ കർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കർത്താവ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു വീടോ കുടിയോ ഉണ്ടായിട്ടില്ല. കിട്ടുന്ന ഇടത്ത് കിട്ടുന്ന സൗകര്യത്തിനനുസരിച്ച് പാർക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ സുവിശേഷം പറയുമ്പോഴും അറിയിക്കുമ്പോഴും ഒക്കെ നമുക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു, ഇത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മുറിയിൽ പോകാം. എവിടെ പോയാലും എനിക്കൊരു മുറി ഉണ്ട്, അല്ലെങ്കിൽ ഒരു കിടപ്പാടമുണ്ട്, ഒരു സ്ഥലമുണ്ട്, ഈ ആശ്രമത്തിൻ്റെ ഒരു കോണിൽ എന്തായാലും ഒരു മുറിയുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പക്ഷേ ഈ കർത്താവിന് അങ്ങനെ സംഗതി ഇല്ല. കർത്താവിനെ ദൈവത്തിനാണെങ്കിലും പറയാം, കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് അവരെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇപ്പോൾ മർത്തോമാ ശ്ലീഹ വിവാഹിതനായിരുന്നു. മർത്തോമാ ശ്ലീഹ കർത്താവിൻ്റെ വേലക്കാട് സുവിശേഷ വൽക്കരണത്തിനായിട്ട് ഇന്ത്യയിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് വരുവാനുള്ള വിളി പരിശുദ്ധാത്മാവിൽ മർത്തോമാ ശ്ലീഹയ്ക്ക് ലഭിക്കുമ്പോൾ തിരിച്ച് ചെല്ലും എന്നൊരു പ്രതീക്ഷയില്ല. അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു വീട്ടിലൊരു ഭാര്യയുണ്ട്. ഇത് തിരിച്ചു ചെല്ലുമോ ഇല്ലയോ എന്ന് ഒരു ധാരണയില്ല, തിരിച്ചൊന്നുമില്ല. അതാണ് ശിഷ്യത്വത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 12 അപ്പോസ്തലന്മാരുടെ മേലെ സഭ പണിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു എന്ന മൂലക്കല്ലും 12 അപ്പോസ്തലന്മാർ, ഇവരെ വിട്ടൊരു കളിയില്ല. കാരണം അതുപോലെ കർത്താവിനെ സ്നേഹിക്കുകയും ജീവൻ കൊടുക്കുകയും ചെയ്തവരാണ്. ഏറ്റവും ഭീകരമായിട്ട് കൊല്ലപ്പെട്ട ഒരു ശിഷ്യനാണ് ആര്? നഥനയേൽ. വെറുതെ ഒരു വൃക്ഷത്തിൻ്റെ മൂട്ടിയിരുന്നവനെ വിളിച്ചോണ്ട് പോയത്. എങ്ങനെയാ കൊന്നതെന്നറിയാമോ? നഥനയേലിനെ പച്ചയ്ക്ക് തൊലി ഇരിച്ചിട്ട് വെട്ടിക്കൊല്ലുമായിരുന്നു. ആദ്യം പച്ചയ്ക്ക് തൊലി ഇരിച്ചു. തൊലിയൊക്കെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ എന്താ അതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുമോ? തൊലി ഇരിച്ചിട്ട് വെട്ടിക്കൊന്നു. ഞാൻ പറഞ്ഞോട്ട് വന്നത്, അങ്ങനെയുള്ള സ്നേഹിക്കുന്ന ഒരു സ്നേഹ തീയുടെ മേലാണ് നമ്മൾ സഭ പണിയേണ്ടത്, അല്ലാതെ ഇൻഡിവിജ്വലായിട്ടല്ല. അപ്പോൾ ആ ഭാഗം ഞാൻ വിടുകയാണ്. നമുക്ക് 12 അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവിനെ പിടിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ യഹൂദന്മാർ ക്രമീകരിച്ച് കഴിഞ്ഞു. 57-ാം വാക്യം കൂടെ വായിച്ചിട്ട് 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണമെന്ന് വെച്ച് അവൻ ഇരിക്കുന്നയിടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു. കർത്താവ് എവിടെ താമസിക്കുന്നവരെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. പകൽ സമയം വന്ന് ദേവാലയങ്ങളിൽ പരസ്യമായിട്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്യും, പഠിപ്പിക്കുകയൊക്കെ ചെയ്യും, അത്ഭുതങ്ങളൊക്കെ ചെയ്യും. പക്ഷേ പിന്നീട് രാത്രിയിൽ എവിടെയാണ് പോകുന്നത്? ശിഷ്യന്മാർക്ക് പോലും പലപ്പോഴും അറിഞ്ഞുകൂടായിരുന്നു. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങിക്കോ, ഞാൻ കുറച്ചുകൂടെ മാറിയിരുന്നോളാം എന്ന് പറഞ്ഞ് നിർജ്ജന പ്രദേശത്തേക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഏകാന്തമായ പ്രദേശങ്ങളിലേക്ക് പോയി കർത്താവ് പിതാവാം ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ പലയിടത്തും നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുക്കാനുള്ള കാര്യം എന്താ? കർത്താവ് എവിടെയാണ് താമസിക്കുന്നതെന്ന് പലർക്കും അറിഞ്ഞുകൂടാണ്. അതുകൊണ്ടാണ് വാളും വടിയുമായിട്ടൊക്കെ രാത്രിയിൽ യഹൂദന്മാരുടെ വലിയൊരു സംഘം റോമൻ പടയാളികളുമായിട്ട് വന്നത്. യൂദായ ചട്ടം കിട്ടിയത് എന്തുകൊണ്ടാണ്? എവിടെയാണെന്ന് അറിയത്തില്ല. ഓരോ രാത്രിയിലും ഓരോ ഇടത്തായിരിക്കും. ഇന്നത്തെ പോലെ സർവേലൻസും മൊബൈലും ട്രാക്കിങ്ങും ഒന്നും ഇല്ലല്ലോ പിടിക്കാൻ. അന്നത്തെ കാലമാണ്. അപ്പോൾ ഒരിടത്തോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലം കണ്ടുപിടിക്കാൻ പാടാണ്. ഒരു രീതിയിലുള്ള ആക്സസും കിട്ടത്തില്ല. അങ്ങനെ ഒരു തലത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഗൗരവമേറിയതായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ദൈവിക പദ്ധതിയിൽ തീരുമാനിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് 12-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് യോഹന്നാൻ ശ്ലീഹ പ്രതിപാദിപ്പിക്കാൻ പോകുന്ന കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യേശു മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയയിലേക്ക് യേശു പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അപ്പോൾ ഈ പെസഹ ഏത് പെസഹയാണെന്നറിയാമോ?
കർത്താവിനെ ക്രൂശിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവസാനത്തെ പെസഹയാണ്. അതാണ് കൃത്യമായിട്ട് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് 6 ദിവസം മുമ്പ് എവിടെ വന്നു? ബെഥാനിയയിൽ വന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഭവനമായിരുന്നു ഈ ബെഥാനിയ എന്ന് പറയുന്നത്. അതുവഴിയൊക്കെ പോകുമ്പോഴെല്ലാം ഈ ഭവനത്തിൽ കയറും, വിശ്രമിക്കും, ഭക്ഷണം കഴിക്കും, അവരോട് ദൈവവചനങ്ങളെപ്പറ്റി പറയും, അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന് ഇടപഴകി അവിടെ താമസിക്കുക ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ ഇനിയുള്ള ഈ 6 ദിവസവും കർത്താവിന് വളരെ വിലപ്പെട്ടതാണ്. അതിനും കർത്താവ് തിരഞ്ഞെടുത്ത ഭവനം ഇത് തന്നെയാണ്. ഈ 6 ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ സമയം ഈ ബെഥാനിയ ഭവനത്തിൽ തന്നെ ആയിരുന്നു എന്നാണ് വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് പലയിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ ഒരു നിഗമനം. ബെഥാനിയയിലാണ് വന്നിരിക്കുന്നത്. ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി ബെഥാനിയയിൽ വന്നു. പിന്നീട് അതിനുശേഷം കുറച്ച് ദിവസമൊക്കെ മാറി താമസിച്ചിട്ട് വീണ്ടും പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് ബെഥാനിയയിൽ വന്നു. അപ്പോൾ ഈ പെസഹായുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് പിന്നീട് വരും. അന്നേരം നമുക്കത് വിശദമായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പറഞ്ഞു തീർക്കാനുള്ള ഒരു സമയസാവകാശം നമുക്ക് ലഭിക്കുകയില്ല. കാരണം കർത്താവ് ക്രൂശിക്കപ്പെടുന്ന അതേ സമയത്ത് തന്നെ കുഞ്ഞാട് അറുക്കപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റ് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ഈ പെസഹായുടെ പിറ്റേ ദിവസമാണ് ഈ ക്രൂശീകരണം എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കൂടുതൽ അപഗ്രഥിച്ച് വിശദമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷവും മറ്റ് സുവിശേഷങ്ങളും ചേർത്ത് വ്യക്തമായിട്ട് ആഴത്തിൽ പഠിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ വ്യക്തത വരത്തുള്ളൂ. അത് നമുക്ക് പെസഹയുമായിട്ടുള്ള ബന്ധപ്പെട്ട് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ വരും. വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ദീർഘമായ പഠനങ്ങൾ വരും. കാരണം ഇനിയും ആ ഭാഗങ്ങളൊക്കെ 14, 15, 16, 17, 18 അധ്യായങ്ങളെല്ലാം വളരെ വിശദമായിട്ട് ഉള്ളതുകൊണ്ട് പെസഹ എന്ന് പറയുന്നത് കർത്താവ് ക്രൂശിക്കപ്പെട്ട അതേ ദിവസമായിരുന്നോ അതോ കുഞ്ഞാടിനെ അറുത്ത തലേ ദിവസമായിരുന്നോ എന്നുള്ളതൊക്കെയുള്ള പഠനങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഒരു കാര്യം മാത്രം ഇപ്പോൾ മനസ്സിലാക്കുക, പെസഹ യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് കർത്താവിനെ ക്രൂശിച്ചതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് പ്രധാന ദിവസം. കാരണം ഇവിടെ പലയിടത്തും പറയുന്നുണ്ട് പിറ്റേന്നാൾ ശബത്തും ആ ശബത്ത് വലുതുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ശബത്ത് വലുത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു പെരുന്നാൾ ദിവസമായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ശബത്തിനെ വലിയ ശബത്തെന്ന് പറയത്തുള്ളൂ, അല്ലെങ്കിൽ ശബത്തായിരുന്നു എന്നേ പറയത്തുള്ളൂ. അപ്പോൾ യഹൂദന്മാരുടെ പെസഹ എന്ന് പറയുന്നത് കർത്താവിനെ ക്രൂശിച്ചതിന് ശേഷമുള്ള ആ സന്ധ്യയാണ്. പക്ഷെ കർത്താവ് പെസഹ എന്ന് പറയുന്നത് നടത്തിയത് എന്നാണ്? അതിൻ്റെ തലേന്നാണ്. അപ്പോൾ കർത്താവ് കഴിച്ച പെസഹ മീലായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ പഠിക്കാം. അങ്ങനെ ചോദ്യം വരത്തില്ലേ? പെസഹ കർത്താവിനെ ക്രൂശിച്ചതിൻ്റെ സന്ധ്യയ്ക്കാണെങ്കിൽ, അതായത് വെള്ളിയാഴ്ച കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച സന്ധ്യയ്ക്കാണ് പെസഹ എങ്കിൽ കർത്താവ് കഴിച്ച അല്ലെങ്കിൽ കൊടുത്തത് പെസഹ ആയിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ചെറു പെസഹ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ചെറു പെസഹ പെസഹയുടെ ശുശ്രൂഷയിലുണ്ട്. ചെറു പെസഹ എന്നൊരു വാക്കുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗീതം തന്നെ ഉണ്ട്. പോട്ടെ, അതൊക്കെ പിന്നീട് നമുക്ക് വിശദമായിട്ട് പഠിക്കാം, എന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം അതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വേറെ റൂട്ടിൽ പോകും. അതുകൊണ്ട് നമുക്ക് 12-ാം അധ്യായം വായിച്ചു തുടങ്ങാം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയയിലേക്ക് യേശു പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവനൊരു അത്താഴമൊഴുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഏത് ഭവനത്തിലാണ്? ലാസറിൻ്റെ ഭവനത്തിലാണ്. അവിടെ ഇപ്പോൾ ആരൊക്കെയുണ്ട്? മാർത്തയുണ്ട്, മറിയയുണ്ട്, ലാസറുണ്ട്, 12 ശിഷ്യന്മാരുമുണ്ട്. എല്ലാവരും കൂടെ കൂടി ഒരു അത്താഴത്തിനിരിക്കുകയാണ്. അപ്പോൾ ഇനിയും പറയാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, മറിയ വിലയേറിയ സ്വച്ഛട മാംസി തൈലം ഒരു റാത്തിലെടുത്ത യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി
എന്ന് പറയുന്നു അല്ലേ? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും ഒരു സംശയമുള്ളത്, വേറൊരു സ്ഥലത്ത് മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ശീമോൻ്റെ വീട്ടിലിരിക്കുമ്പോൾ പാപിനിയായ ഒരു സ്ത്രീ വന്ന് കർത്താവിൻ്റെ കാലിൽ പൂശുന്നുണ്ട് അല്ലേ? അതായത് തൈലം പൂശുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്നാണോ രണ്ടാണോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട്. ഈ ബൈബിൾ വിശദമായി പഠിക്കുന്ന, അതായത് ഈ അക്കാഡമിക്കൽ ലെവലിൽ അപഗ്രഥിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് രണ്ടും രണ്ട് സംഭവമാണെന്നാണ്. കാരണം മറിയ ഒരിക്കലും ഒരു പാപിനിയായ സ്ത്രീയായിട്ട് കൂട്ടുവാൻ പറ്റില്ല. അവിടെ വന്നത് പാപിനിയായ സ്ത്രീയാണ്, വേറൊരു സ്ത്രീയാണ്, വേറൊരു സംഭവമാണത്. പക്ഷേ സംഭവത്തിൻ്റെ ഒരു ഔട്ട്ലുക്ക് പൊതുവെ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കിത് രണ്ടും ഒന്നായിട്ടൊത്ത് കാണാനും പറ്റുന്നില്ല. ഇത് രണ്ട് സംഭവമാണ്. അപ്പോൾ ഇവിടെ ലാസറിൻ്റെ ഭവനത്തിലാണ്, അത് ശീമോൻ്റെ ഭവനത്തിലാണ്. അവിടെ പാപിനിയായ സ്ത്രീയാണ്, ഇവിടെ മറിയയാണ്. അതായത് ലാസറിൻ്റെ പെങ്ങൾ മറിയയാണ്, അവിടെ പാപിനിയായ സ്ത്രീയാണ്. പക്ഷേ ആ പ്രക്രിയ ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട്, അതായത് സുഗന്ധ ലേപനത്തിൻ്റെ പൂശൽ ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് നമുക്കൊരു സംശയം ഉളവാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ സംഭവം എൻറ്റയർലി ഡിഫറെൻറ്റ് സംഭവമാണ്. കാരണം ഈ സംഭവത്തിന് ദൈവികമായൊരു പദ്ധതിയും കൂടെ ഉണ്ട്. മറ്റേതിന് പദ്ധതി ഇല്ലെന്നല്ല. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു പാപിനിയായ സ്ത്രീയുടെ ഒരു ആത്മസമർപ്പണമാണ്. അവളുടെ പാപം മോചിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു പ്രകടനവും ദൈവത്തിന് സമർപ്പിക്കുന്ന, കർത്താവിൻ്റെ കാൽപ്പാതെ സമർപ്പിക്കുന്ന ഒരു സമ്പൂർണ്ണ ബലിസമർപ്പണം പോലെയുള്ള ഒരു കാര്യമാണ് അവിടെ കാണുന്നത്. എന്നാൽ ഇവിടെ അതല്ല. ഇവിടെ വളരെയധികം ദൈവികമായ രഹസ്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് താഴോട്ട് വായിക്കാം. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛട മാംസി തൈലം, വിലയേറിയ സ്വച്ഛട മാംസി തൈലം ഒരു റാത്തിലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി. അപ്പോൾ നിങ്ങൾ ഉത്തമഗീതം 1:12 വാക്യം ഒന്ന് വായിക്കാം. 1:12 വാക്യം. ഉത്തമഗീതം 1:12 വാക്യം. രാജാവ് ഭക്ഷണത്തിലിരിക്കുമ്പോൾ എൻ്റെ രാജാവ് ഭക്ഷണത്തിലിരിക്കുമ്പോൾ കൃത്യമായിട്ട് വായിച്ചു. എൻ്റെ നാണോ? അങ്ങ് വായിച്ചോ. ഞാൻ കാണാത്തോണ്ട് ചോദിച്ചതാ. എൻ്റെ നാന്നൂന്ന് തെറ്റാന്ന് പറഞ്ഞതല്ല, ഞാൻ എടുത്തു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. 1:12 വാക്യം. ഉത്തമഗീതം 1:12 വാക്യം. രാജാവ് ഭക്ഷണിച്ചിരിക്കുമ്പോൾ എൻ്റെ ജഡമാംസി സുഗന്ധം പുറപ്പെടുവിക്കുന്നു. എൻ്റെ എന്ന് പറയുന്നത് ആരാണ്? എൻ്റെ എന്ന് പറഞ്ഞാൽ ആ ഉത്തമഗീതം ആര് ചൊല്ലുന്നോ? മണവാട്ടി. അപ്പോൾ സുഗന്ധമാണ്. മണവാട്ടിയുടെ സുഗന്ധം വമിക്കുന്ന തൻ്റെ മനോരഥങ്ങളെയാണ് അവിടെ ഉത്തമഗീതത്തിൽ പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ ഈ സ്വച്ഛട മാംസി തൈലം എന്നൊക്കെ പറയുന്നത് ഈ ഗ്രീക്ക് ബൈബിളിൽ വായിച്ചു നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് വിലയേറിയതും പരിശുദ്ധവുമായതും എന്നാണ്. വിലയേറിയതും പരിശുദ്ധവുമായതാണ് എന്നാണ്. ഇതിനെപ്പറ്റി അപഗ്രഥിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നത് ഇത് ഒന്നുകിൽ ടൈർ സീതോൻ പ്രദേശങ്ങളിൽ നിന്ന് പ്രത്യേകമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു വില കൂടിയ തൈലമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കാശ്മീർ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്തിരുന്ന വിലയേറിയ ഒരു തൈലമാണ് ഈ സ്വച്ഛട മാംസം. അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടുന്നതല്ല, വളരെ വിലയാണ്. 300 ദിനാറാണ് ഇതിന് കൊടുത്തത്. 300 ദിനാർ. 300 ദിനാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഒരു പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാകത്തില്ല. ഒരു യഹൂദൻ്റെ ഒരു വർഷത്തെ ഇൻകമാണ് ഏകദേശം 300 ദിനാർ എന്ന് പറഞ്ഞു. ഒരു വർഷത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു നോർമലായിട്ടുള്ള അല്ലെങ്കിൽ അല്പം റിച്ചായിട്ടുള്ള ഒരാൾ, അയാളുടെ ഒരു ആവറേജ് ഇൻകം ഒരു വർഷത്തെ എത്ര ആയിരിക്കും? എനിക്ക് തോന്നുന്നു ഒരു 50 ലക്ഷം രൂപയെങ്കിലും
വരും, ഇല്ലേ? അല്ലെ പോട്ടെ, 25-30 ലക്ഷം രൂപയെങ്കിലും വരും. അന്നത്തെ കാലവുമായിട്ട് നീ ബന്ധപ്പെടുത്തി ചിന്തിക്കണം. അന്നത്തെ കാലത്ത് 30 ലക്ഷം രൂപ വില വരുന്ന ഒരു തൈലം എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ത്രീ അതിനു വേണ്ടി തന്നെ കർത്താവിനെ എന്നവൾ പരിചയപ്പെട്ടവോ അവളിൽ അന്ന് കയറിയ ഒരു പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിൽ ഇത് അവൾ സംഭരിച്ച് ശേഖരിച്ച് വയ്ക്കുവാനുള്ള ഒരു താല്പര്യം അവളുണ്ടായി. അതിനുവേണ്ടിയുള്ള പണം അവൾ അതിനുവേണ്ടി ക്രമീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രീക്ക് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വിശുദ്ധവും വിലയേറിയതുമായതാണ് എന്നാണ്. അപ്പോൾ അവൾക്കറിയാം അവൾ ആർക്കാണിത് സമർപ്പിക്കുന്നതെന്ന് അവൾക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ വിലയേറിയതും പരിശുദ്ധവും ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ദൈവത്തിന് ഒരു കാര്യം സമർപ്പിക്കുമ്പോൾ അതിനൊരു വിലയുണ്ടാകണം. വില എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലയുള്ളതായിരിക്കണം. വിലയേറിയതായിട്ട് മാത്രം ഇരുന്നാൽ പോരാ, അതിന് ശുദ്ധിയും വേണം. അത് രണ്ട് കൃത്യമായിട്ട് പറയുവാൻ കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പണം മുടക്കി ചെയ്യുന്ന കാര്യം മാത്രമല്ല ഈ വിലയേറിയത് എന്ന് പറയുന്നത്. നമ്മൾ വില എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ മണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. അത് മാത്രമല്ല, അതതിൻ്റെ ഒരു ചെറിയ ഭാഗം എന്നുള്ളതേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന് നമ്മൾ സമർപ്പിക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയെ ത്യജിച്ചുകൊണ്ടാണെങ്കിൽ അതാണ് വില എന്ന് പറയുന്നത്. അപ്പോൾ വില കൊടുത്ത് വാങ്ങിക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ വില കൊടുത്ത് തന്നെ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? നമ്മൾ വെളിപാട് 3:18 ആ കാര്യം നമ്മൾ ഒത്തിരി തവണ വായിച്ചിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടെ വായിച്ചോളൂ. നീ സമ്പന്നനാകേണ്ടതിനും തീയിലൂതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കുവാൻ, നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കുവാൻ തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയെടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ എന്നോട് ലേപനവും വിലയ്ക്ക് ചോദിച്ചു വാങ്ങിക്കുവാൻ ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. ചിലത് വിലയ്ക്ക് വാങ്ങിക്കണം. അപ്പോൾ ആ വില കൊടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമേറിയതായിരിക്കണം. പക്ഷേ അതിനകത്ത് വിശുദ്ധിയും വേണം. ഇതില്ലെങ്കിൽ ഈ വില അങ്ങ് പോവും. വില കൊടുക്കാൻ പലർക്കും വലിയ ആഗ്രഹമാണ്, പക്ഷേ വിശുദ്ധി കീപ്പ് ചെയ്യാൻ പ്രയാസമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നവരുണ്ട്. സ്ത്രീകളിലും പുരുഷന്മാരിലും എന്ന് പറയും, അല്ലേ? ഇപ്പോൾ മൊണാസ്റ്റിക് ലൈഫ് നയിക്കുന്ന കന്യാസ്ത്രീകളും അതുപോലെ തന്നെ സന്യാസിമാരും. ഞാൻ വേറൊരു കാര്യം എൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ. ഞാൻ ഈ ഇടയ്ക്കായത് മനസ്സിലാക്കിയത് കേട്ടോ, പറയേണ്ടതാണോ എന്ന് എനിക്കറിയത്തില്ല. പലരുടെയും വിചാരം ഈ മൊണാസ്റ്റിക് ലൈഫ് നയിക്കുന്നത് അവർക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അതല്ലത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് ക്രിസ്തു സ്നേഹത്തിൽ വരേണ്ട ഒരു സാധനമാണ്. അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം മാറ്റിവെക്കുകയാണ്. അതാണ് അവിടെ ചെയ്യുന്നത്. ഇത് പിന്നെ താല്പര്യമില്ലാത്തൊരു സംഗതി ആയതുകൊണ്ട് മാറി നിൽക്കുന്നതല്ലത്. അങ്ങനെ മാറി നിന്നിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ പിള്ളേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയും. വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാതെ എന്നിട്ട് വിശുദ്ധി കാക്കാതെ നടക്കുകയും ചെയ്യും. അപ്പോൾ ഭീകരമായ അപകടമാണത്. ഇനിയും നമുക്ക് സ്വർഗരാജ്യ നിമിത്തം തന്നെ തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നവർ വലിയ കാര്യമാണ് ചെയ്യുന്നത്. തങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം മാറ്റിവെക്കുകയാണ്. വിലയേറിയതാണ്. പക്ഷേ ആ വില നഷ്ടപ്പെടും എപ്പോൾ? രണ്ടാമത്തെ സാധനം ഇല്ലെങ്കിൽ എങ്ങനെ? വിശുദ്ധി. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗ്രീക്ക് ബൈബിളുണ്ട്, ഇവിടെ കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടില്ല. വിലയേറിയതും വിശുദ്ധവുമായ ഈ രണ്ട് കാര്യങ്ങൾ ദൈവത്തിന് കൊടുത്താൽ, അതായത് കർത്താവിന് സമർപ്പിച്ചാൽ, അത് കർത്താവ് കൃത്യമായിട്ട് പരിഗണിക്കും. കാരണം ആർക്കാണ് കൊടുക്കുന്നത്? അവൻ ആശ്വാസം കൊടുക്കുകയാണ് അതിൽ കൂടി.
കർത്താവിന് ആശ്വാസം കൊടുക്കുകയാണ്. അവനിൽ നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നത് പോലെ അവൻ നമ്മളിൽ ഏറ്റവും ശ്രേഷ്ഠമായി ആശ്വസിക്കുന്ന ഒരു തലമാണ് നമ്മൾ കൊടുക്കുന്ന ശ്രേഷ്ഠവും വിശുദ്ധവുമായ വില. അതുകൊണ്ടാണ് ദൈവസേനയിൽ എന്ത് സമർപ്പിച്ചാലും അതിനൊരു ക്വാളിറ്റി വേണം. നല്ല ക്വാളിറ്റിയുള്ള സാധനം. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും, പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് നമ്മൾ വേറെ വളരെ മാനുഷികമായിട്ട് നിങ്ങൾ എടുത്തു കളയും. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പള്ളിയിൽ ഒരു നേർച്ചയ്ക്കായിട്ടൊരു സാധനം കൊണ്ടുവരികയാണ്. നമ്മളത് ഏറ്റവും നല്ല സാധനം കൊണ്ടുവരാവും. ചീപ്പ് സാധനങ്ങൾ വാങ്ങിക്കരുത്. നമ്മൾ ദൈവാലയത്തിന് കൊടുക്കുന്നത് കർത്താവിന് അർപ്പിക്കുന്നത് പോലെ അത് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സന്തോഷമാണ്. ആ സന്തോഷം എങ്ങനെയാണ് വരുന്നത്? ക്രിസ്തു നമ്മിൽ ആശ്വസിക്കുന്നതുകൊണ്ടാണത്. അല്ലാതെ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല. അതുപോലെ തന്നെ നമ്മൾ പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പം ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വിശുദ്ധ കുർബാനയ്ക്ക് ഒരു പേരെഴുത്തരുതാണെന്ന് വിചാരിക്കുക. അതിങ്ങനെ നീട്ടിപ്പിടിച്ച് നമുക്കിഷ്ടമുള്ള പേരുകളെല്ലാം വെറുതെ എഴുതി വയ്ക്കാൻ ആർക്കും പറ്റും. ആ ഒരു പേരെഴുതുമ്പോൾ അതിൽ നമ്മളുടെ ആത്മസമർപ്പണം എന്താണുള്ളത്? അച്ഛാ പ്രാർത്ഥിക്കണേ, പലരും പ്രാർത്ഥിക്കാൻ വിളിച്ച് പറയത്തില്ലേ? പ്രാർത്ഥിക്കാൻ അനേകർ വിളിച്ച് പറയാറുണ്ട്. എൻ്റെ അടുത്ത് പറയാറുണ്ട്, നിങ്ങളുടെ അടുത്തും പറയാറുണ്ടാവും. എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ്, പ്രാർത്ഥിക്കണേ. പക്ഷെ ഈ പറയുന്ന ആള് എന്ത് എഫർട്ടാണ് അതിനകത്തിട്ടിരിക്കുന്നത്? ആ ആത്മീയമായ എഫർട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പറയുന്ന ആളും പറയപ്പെടുന്ന ആളും ഒരുപോലെ ആ എഫർട്ട് എടുക്കുമ്പോഴേ ഇതിന് പ്രയോജനം ഉണ്ടാവുന്നുള്ളൂ. അല്ലെങ്കിൽ പ്രയോജനം ഇല്ല എന്നല്ല, പക്ഷേ അങ്ങനെയാണ് അതിൻ്റെ ഒരു പൂർണ്ണത വരേണ്ടത്. അവിടെയാണ് ആത്മീക വ്യാപാരം ഉണ്ടാകുന്നത്. റിസൾട്ടൊക്കെ ചിലപ്പോൾ ഏത് രീതിയിലും ഉണ്ടായെന്ന് വരാം, പക്ഷെ ഒരു ആത്മീയ വ്യാപാരത്തിൽ നമ്മളാകുവാൻ വേണ്ടി, അതായത് ഇത് തുടർന്നുകൊണ്ട് പോകണം, ഈ വിശുദ്ധി കാത്തുകൊണ്ട് പോകുവാനുള്ള ആ ആത്മീയ വ്യാപാരത്തിൽ, ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാനുള്ള ആത്മീയ വ്യാപാരത്തിൽ നമ്മളാകുവാൻ എല്ലാവരും ഒരേ തലത്തിലാണ് നിൽക്കുന്നത്. അസൈൻമെൻറ്റ്സ് വ്യത്യാസമാണെന്നുള്ളതേ ഉള്ളൂ. ആത്മീക നൽവരം ഒരുപോലെ തന്നെയാണ്. ഒരാൾക്ക് പ്രവചിക്കുവാനുള്ള വരം, ഒരാൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള വരം, ഒരാൾക്ക് ദാനധർമ്മം ചെയ്യുവാനുള്ള വരം, ഒരാൾക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള വരം. പക്ഷേ ഇതെല്ലാം ആത്മാവ് ഒന്നാണ്. ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞില്ലേ, ആത്മാവ് ഒന്നാണ്. അതുപോലെ തന്നെ സ്നാനവും ഒന്ന് തന്നെയാണ്. ഈ ആത്മാവിലാണ് ഈ സ്നാനം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ കാര്യം പറഞ്ഞത്. എല്ലാം ഒരു ആത്മാവ് തന്നെ. അത് പൗലോസ് പഠിപ്പിക്കുന്ന കാര്യമല്ലേ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ. പ്രവചനവരം ഉള്ളവരുണ്ട്, ഭാഷാവരം ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ ശുശ്രൂഷാവരം ഉള്ളവരുണ്ട്. വിവിധ വരങ്ങളാണ്, പക്ഷേ എല്ലാവരും വ്യാപരിക്കുന്ന ആത്മാവ് ഒന്ന് തന്നെ. ചിലർക്ക് മിണ്ടാതിരിക്കാനായിരിക്കും വരം. പ്രവചിക്കുന്നവനും മിണ്ടാതിരിക്കുന്നവനും ആത്മാവ് ഒന്ന് തന്നെയാണ്. കുർബാന ചൊല്ലുന്ന പട്ടക്കാരിലും സമ്മതിക്കുന്ന നിങ്ങളിലും ആത്മാവ് ഒന്ന് തന്നെയാണ്. അസൈൻമെൻറ്റ്സ് വേറെയാണെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് കയറി കുർബാന ചൊല്ലാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ വിലയേറിയതും വിശുദ്ധവുമായ സാധനമാണ് നമ്മൾ ദൈവസേനയിൽ അർപ്പിക്കേണ്ടത്. അപ്പോൾ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ഒരു പേരെഴുതി കൊടുക്കുമ്പോൾ നമ്മളുടേതായിട്ടുള്ള എന്ത് സമർപ്പണമാണ് അവിടെ നമ്മൾ നടത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. പണ്ടത്തെ എൻ്റെ കുഞ്ഞു കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ, അത് നമസ്കാരത്തിനേ വരും. കാരണം തൂയോബോ സമയത്താണ് ഇത് ഓർക്കേണ്ടത് ഏറ്റവും കൂടുതൽ. അന്നേരമാണ് ഓർക്കുന്നതും. പലരും പേര് കൊണ്ട് തരുന്നത് അൻപുടയന സമയത്തൊക്കെയാണ്. പ്രധാനപ്പെട്ട സമയം കഴിഞ്ഞു. മറ്റു ചിലരുടെ വിചാരം യാചിക്കേണ്ട സമയത എന്നുള്ള സമയത്താണ് ഇതെല്ലാം ഓർക്കുന്നത്. അല്ല, അന്നേരം ഓർക്കുന്നുണ്ട്. പക്ഷെ തൂയോബോ സമയത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധാപൂർവം ഈ പേരുകളെല്ലാം ഓരോന്ന് ഓർത്ത് അവിടെ എഴുതിയിരിക്കുന്ന വിഷയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും. കാരണം ഒരു ഡിവൈൻ പ്രസൻസിൽ നിൽക്കുന്നതും കർത്താവുമായിട്ട് നേരിട്ട് സംഭാഷിക്കുന്നതുമായൊരു സമയമാണ് തൂയോബോ എന്ന് പറയുന്നത്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വ്യക്തി സംഭാഷണം നടക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഈ പേര് കൊടുക്കേണ്ടത്. പക്ഷെ പലരും അതെല്ലാം കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. കാരണം ദേവാലയത്തിൽ പിന്നെ എത്തുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എത്തിയാൽ തന്നെ, കൊടുത്താൽ തന്നെ ആ ഒരു പേരെഴുതുമ്പോൾ എന്ത് സമർപ്പണമാണുള്ളത്? ഞാൻ പറഞ്ഞത് പഴയ കാലത്തൊക്കെ
കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളൊരു പേരെഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നേർച്ച കാഴ്ച കൊണ്ട് ദേവാലയത്തിൽ ഇടും. അത് ചിലപ്പോൾ പണമാകാം, ചിലപ്പോൾ സാധനങ്ങളാകാം. ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു എഫർട്ട് അതിനകത്തുണ്ടാവണം. പേര് ഇങ്ങനെ എഴുതി വയ്ക്കാൻ എളുപ്പമാണ്, ഇങ്ങനെ എഴുതി വയ്ക്കാൻ എളുപ്പമാണ്. ഞാൻ പറഞ്ഞില്ല, പണ്ട് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ റെപ്പിറ്റേഷൻ ആണെങ്കിൽ ക്ഷമിക്കുക, ഒന്നുകൂടെ പറയാം. ഒരു ദിവസം ഞാനിങ്ങനെ യാചിക്കേണ്ടും സമയമിത എന്നുള്ള സമയത്ത് ഒരു ലിസ്റ്റ് വന്നു. ആ സമയത്താണ് വരുന്നത്. ഇല്ല, ന്യൂസിൻ്റെ ഇടയിൽ ഇപ്പോൾ കിട്ടിയ വാർത്ത എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പേപ്പർ ഇങ്ങനെ ശുശ്രൂഷക്കാരൻ എൻ്റെ കൊണ്ടു തന്നു. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം പേര്, അപ്പോൾ നമ്മൾ ഓരോ പേര് വെച്ച് കുരിശ് വരയ്ക്കുമല്ലോ, ഓരോ പേര് വായിച്ച് കുരിശ് വരയ്ക്കും. ഇസ്രായേൽ മക്കൾ 12 ഗോത്രങ്ങളുടെയും പേര് കല്ലിൽ കൊത്തി എന്നുള്ളത് പറയുന്ന പോലെയാണ് ഓരോ പേരും വായിച്ച് ത്രോണോസിന്മേൽ കുരിശ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ പേര് ആ ത്രോണോസിന്മേൽ പ്രതിഷ്ഠിക്കുക എന്നാണ്, ഇംപ്രിൻ്റ് ചെയ്യുകയാണെന്നാണ് അർത്ഥം. അപ്പം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ആദ്യത്തെ പേര് സച്ചിൻ ടെണ്ടുൽക്കർ, വീരേന്ദ്ര സേവാഗ്, പിന്നെ കുറേ ഈ ക്രിക്കറ്റ് കളിക്കാരുടെ ലിസ്റ്റാണ്. അത് എന്നാൽ പിറ്റേന്നെങ്ങാണ്ട് വേൾഡ് കപ്പ് ഫൈനലിനോ മറ്റുമാണ്. അപ്പോൾ ഏതൊരു കൊച്ചിനെ എഴുതി തന്നിരിക്കുകയാണ്. അല്ല, ഞാൻ അവരെപ്പറ്റി പ്രാർത്ഥിക്കുന്നതിൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മളിങ്ങനെ നിസ്സാരവൽക്കരിക്കരുത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഇതിനെയൊന്നും. അത് നമ്മുടെ കുടുംബത്തിലെ ആൾക്കുള്ള പേര് എഴുതിക്കൊണ്ട് വന്നാലും നമ്മളുടെ എഫർട്ട് എന്താണ് അതിനകത്തുള്ളത്? നിങ്ങൾക്കറിയാം, പല പള്ളികളിലും ഈ ഓർമ്മ കുർബാന നടത്തുമ്പോൾ തെക്കോട്ട് അധികം ഇല്ല, എന്നാൽ ചില പള്ളികളിലൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കത് അനുഭവമായിട്ടുണ്ട്. ഈ അച്ഛ കുർബാന ചൊല്ലിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവും, അവരാ കുർബാനയ്ക്ക് വരില്ല. ഒരു പ്രയോജനവുമില്ല അങ്ങനെ ചൊല്ലിച്ചിട്ട്. അത് അച്ഛൻ്റെ ഉത്തരവാദിത്വമാണ്, അച്ഛൻ ചൊല്ലിയിരിക്കണം. എൻ്റെ അപ്പച്ചൻ്റെ ഓർമ്മ ദിവസമാണ്, അതാണ്ട് ഇന്നാണ്, പേരും ഇന്നാണ്, നാളും ഇതാണ്, പൈസയും ഉണ്ട്. അതും പണ്ട് ദേവാലയത്തിൽ വെച്ചിട്ട് ആൾക്കാരില്ലെന്ന് പറഞ്ഞാൽ ഈ ആര് ഇത് ചൊല്ലിച്ചോ ആ ആളില്ല. ഇനി അച്ഛനും കാണും ആളില്ലാതെ ചൊല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ബഹളമായി. അതല്ലത്, നമ്മളുടെ ഒരു പാർട്ടിസിപ്പേഷൻ്റെ ഒരു 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 പ്രാധാന്യം നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ മറിയ വിലയേറിയതും വിശുദ്ധവുമായ സ്വച്ഛട മാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. അപ്പോൾ ഉത്തമഗീതത്തിൽ നമ്മളൊരു വചനം വായിച്ചു, എൻ്റെ സ്വച്ഛട മാംസി തൈലം കൊണ്ട് സുഗന്ധം പരത്തി. അപ്പം മറിയ ഇവിടെ ഏറ്റവും വിലയേറിയതും വിശുദ്ധവും, അതാണ് സുഗന്ധം പരത്തിയത്. ആ വീട് മുഴുവൻ ആ സുഗന്ധം നിറഞ്ഞു. അപ്പോൾ താഴോട്ടുള്ള ഭാഗത്ത്, എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ഇസ്കറിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കൽ ആകയാൽ അതിലിട്ടത് എടുത്തതുകൊണ്ടും അത്രേ പറഞ്ഞത്. യേശുവോ, അവളെ വിടുക, എൻ്റെ ശവസംസ്കാരത്തിനായി അവളിത് സൂക്ഷിച്ചുവെന്ന് ഇരിക്കട്ടെ. ദരിദ്രന്മാർ എല്ലായ്പ്പോഴും നിങ്ങളുടെ അടുക്കലുണ്ടല്ലോ, ഞാനെല്ലായ്പ്പോഴും അടുക്കൽ ഇല്ലാതാനും. ഇവിടെ 1-2 കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മറിയ കർത്താവിൻ്റെ കാലിൽ പൂശി. അപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11-ാം അധ്യായത്തിൽ തന്നെയുണ്ട്. മറിയായ്ക്ക് കർത്താവിൻ്റെ കാലിനോട് വല്ലാത്തൊരു ഭ്രമമുണ്ടായിരുന്നു. എപ്പോഴും കർത്താവിനെ കണ്ടാൽ അപ്പോൾ തന്നെ കാലിൽ വീഴും, അല്ലെ കാൽക്കലിരിക്കും. 11-ാം അധ്യായത്തിൽ ബഥാന്യയിൽ കർത്താവ് പ്രവേശിക്കുന്നതിന് മുമ്പ് മറിയ അവിടേക്ക് ഓടിച്ചെല്ലുകയാണ്, അല്ലേ? ഓടിച്ചെല്ലുന്നതിന് ആദ്യം എന്ത് ചെയ്തു? കാലിൽ വീണു. മാർത്ത കാലിൽ വീണില്ല. ഇതാണ് ദേഹിയും ആത്മാവും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതുകൊണ്ടാണ് ആത്മാവ് പറയുന്നത് ദേഹി അനുസരിക്കണം. ദേഹിയുടെ ക്രമീകരണത്തിൽ
ആത്മാവിനെ മാറ്റി നിർത്തരുത്. ആത്മാവിനറിയാം കാര്യങ്ങൾ. ആത്മാവ് സകലത്തെയും വിവേചിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മളിലുള്ള ആത്മാവിന് ആ വിവേചന ശക്തി കിട്ടിയത് പരിശുദ്ധ മാമോദീസയിൽ കൂടി പരിശുദ്ധാത്മാവെന്നുള്ള ആ പരിശുദ്ധാത്മാവായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ആത്മാവ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ കടലിൽ നിന്ന് വെള്ളം പൈപ്പ് വഴി എടുത്ത് നമ്മൾ ആ ടാപ്പ് തുറക്കുമ്പോൾ അതിൽ കൂടി വീഴുന്നത് ആത്മാവാണെങ്കിൽ കടലിൽ കിടക്കുന്നത് വെള്ളം, സമുദ്രം, പരിശുദ്ധാത്മാവാണ്. എന്നാൽ ഇത് രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ പൈപ്പിൽ കൂടി കിട്ടുമ്പോൾ അത് സമുദ്രമല്ല, വെള്ളമാണ്. അതാണ് നമ്മുടെ ആത്മാവ്. അതേസമയം ഈ ആത്മാവ് സമുദ്രത്തിൽ നിന്നാണ് വരുന്നത്. സമുദ്രത്തിൽ കിടക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവാണ്, അല്ലെങ്കിൽ സമുദ്രമാണ്. അപ്പോൾ ഈ വെള്ളം സമുദ്രത്തിൻ്റെ ഭാഗം തന്നെ ആയതുപോലെ നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ആത്മാവിന് പല രഹസ്യങ്ങളും അറിയാം. അപ്പോൾ ഇത് ദേഹിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. ദേഹിക്ക് ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ മറിയ കർത്താവിൻ്റെ കാലിൽ പൂശി, പിന്നെ തലമുടി കൊണ്ട് കാൽ തുവർത്തി, തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഇനി നിങ്ങൾ വായിക്കേണ്ട വാക്യം യേശു പറഞ്ഞ കാര്യമാണ്. 7-ാം വാക്യം. യേശു യൂദയോട് പറയാണ്, അവളെ വിടുക, എൻ്റെ ശവസംസ്കാരത്തിനായിട്ട് അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ നടന്ന ഈ ശുശ്രൂഷ വെറും ഒരു കാൽ കഴുകൽ ശുശ്രൂഷയല്ല. പിന്നെന്താണ്? കർത്താവിൻ്റെ ശവസംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് കർത്താവിൻ്റെ ശവസംസ്കാരത്തിൻ്റെ ഈ കാര്യത്തിൻ്റെ പ്രത്യേകത? ഈ ശവസംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് മറിയയ്ക്ക് എങ്ങനെ ഈ ബോധം കിട്ടി? അതായത് ശവസംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു യഹൂദൻ്റെ ശവശരീരം സംസ്കാരം ചെയ്യുവാൻ മിനിമം 3 ദിവസം മുതൽ 7 ദിവസം വരെ എടുക്കും. മിനിമം. യാക്കോബിൻ്റെ ഒരു ശവസംസ്കാരത്തെ പറ്റി നമ്മൾ പണ്ട് പഠിച്ചിരുന്നല്ലേ. അത് യാക്കോബിൻ്റെ ശവശരീരം പൂശുവാനായിട്ട് 40 ദിവസം എടുത്തു എന്നാണ് പറയുന്നത്. 40 ദിവസം. അത് ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്, നമ്മൾ പിന്നെ നോക്കിയാൽ മതി. എന്നാൽ ഒരു യഹൂദൻ്റെ സാധാരണ രീതിയിലുള്ള ഒരു ശവസംസ്കാരത്തിന് മിനിമം 3 മുതൽ 7 ദിവസം വരെ എടുക്കും. അതും കൂടുതലും സ്ത്രീകളാണ് ഇത് ചെയ്യുന്നത്. അവർക്കാണ് ഇതിൻ്റെ ക്രമീകരണം അറിയാവുന്നത്. ചില കാര്യങ്ങൾ അവർക്കേ അറിയത്തുള്ളൂ. ഇപ്പോൾ പാചകം, ഒരു കുടുംബത്തിൽ നോക്കുമ്പോൾ പാചകം കൂടുതൽ ചെയ്യുന്ന സ്ത്രീകളാണ്. ഇപ്പം പിന്നെ എനിക്കറിയത്തില്ല. ഇപ്പം സ്ത്രീകൾ പുരുഷന്മാരും പുരുഷന്മാർ സ്ത്രീകളും ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് അതറിയത്തില്ല. പക്ഷേ പണ്ടങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് അമ്മമാരുടെ പാചകം എന്നൊരു ഒരു പ്രയോഗം തന്നെ ഉണ്ടായത്. അതുപോലെ സ്ത്രീകളാണ് കൂടുതലും ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ശവത്തെ അത് വെടിപ്പാക്കിയിട്ട് കുളിപ്പിച്ചിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരാ പിന്നെ ബാക്കി സുഗന്ധലേപമൊക്കെ പൂശിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? കർത്താവിനെ ക്രൂശിക്കുന്നു. കർത്താവ് മരിക്കുമ്പോൾ എത്ര മണിയായി? ഏകദേശം 3 മണിയായി നമ്മുടെ സമയം അനുസരിച്ച്. യഹൂദന്മാരുടെ സമയം അനുസരിച്ച് 9-ാം മണി. നമ്മുടെ സമയം അനുസരിച്ച് വൈകിട്ട് 3 മണിയാകുമ്പോൾ കർത്താവ് മരിക്കുന്നു. അവൻ പ്രാണനെ വിടുന്നു. മുമ്പ് പറഞ്ഞതനുസരിച്ച് അന്ന് വൈകിട്ട് എന്താണ്? ശാബത്തുമാണ്, പെസഹ സന്ധ്യയാണ്. യഹൂദന്മാരുടെ പെസഹയാണ് അന്ന് വൈകിട്ട്. അത് നമുക്ക് ആ സമയത്ത് അത് ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാം. അത് അന്ന് വൈകിട്ടായിരുന്നു പെസഹ. അപ്പോൾ കർത്താവ് കഴിച്ച എന്താണെന്നുള്ളതും നമുക്ക് പഠിക്കാം. 3 മണിയാകുമ്പോൾ കർത്താവ് മരിക്കുന്നു. നമ്മുടെ കണക്കനുസരിച്ചാണ് പറയുന്നത് കേട്ടോ, നമ്മുടെ സമയമാണ് പറയുന്നത്, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ. അപ്പോൾ വൈകിട്ട് 6 മണിയായാൽ അടുത്ത ദിവസമായി ആണല്ലോ. അപ്പോൾ ആകെപ്പാടെ ഇനി 3 മണിക്കൂറേ ഉള്ളൂ. ഈ 3 മണിക്കൂറിനകം യൗസേപ്പിനും നിക്കോദിമോസിനും ഒരു ഉത്ബോധമുണ്ടായി. പീലാത്തോസിൻ്റെ അടുക്കൽ പോയി അവിടുന്ന് എഴുത്ത് വാങ്ങിച്ചുകൊണ്ട് വരണം. നമുക്കറിയാം, ഒരു സർക്കാർ ഓഫീസിൽ പോയാൽ എന്തുമാത്രം ചടങ്ങുകളാണ് ഒരു എഴുത്ത് കിട്ടണമെങ്കിൽ. ഇതൊരു കൊട്ടാരത്തിൽ ചെന്ന് ആ കുരിശിൽ നിന്ന് ആ ശവശരീരം ഇറക്കുവാനുള്ള അനുവാദം ആദ്യം കിട്ടണം. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിന് പിന്നിലെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് അതെല്ലാം പെട്ടെന്ന് കിട്ടി.
പക്ഷേ ഇത് പോയിട്ട് വന്ന് ഈ ശവശരീരം കുരിശിൽ നിന്ന് ഇറക്കണം. നമ്മളൊന്ന് വിചാരിക്കണം, ഇത് എങ്ങനെ ഇത് ഇറക്കും? ഇത് രണ്ട് പേരാ ഉള്ളത്. പിന്നെ കുറച്ച് സ്ത്രീകളും, ബാക്കി ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. യോഹന്നാനുമേ ഉള്ളൂ, 3 ആണുങ്ങളേ ഉള്ളൂ അവിടെ. ബാക്കി എല്ലാം ഓടിപ്പോയി, ചിതറിപ്പോയി, ഒരുത്തനും ഇല്ല അടുത്ത്. ഈ സ്ത്രീകളെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഈ ഭീകമാകാരമായ കുരിശിൽ തറച്ചു വെച്ചിരിക്കുന്ന ഒരു ശരീരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എവിടെ ആയിരിക്കും ആണിയടിച്ചത്? ആണിയടിക്കുന്നത് ഇവിടെ അല്ല കേട്ടോ, ഇവിടെ അല്ല ആണിയടിക്കുന്നത്. അത് നമ്മൾ ചിത്രകാരന്മാർ അങ്ങനെ വരച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഊരിപ്പോരും. അതിങ്ങനെ ഇത്രയും വെയിറ്റ് ഇങ്ങനെ കിടക്കല്ലേ. കർത്താവ് അത്ര തീരെ സൈസില്ലാത്ത ഒരാളായിരുന്നില്ല എന്നാണ് പലയിടത്തു നിന്നും വായിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഭീമാകാരമായ സൈസ് എന്നല്ല, ഞാൻ വിചാരിച്ചിരുന്നത് കുഞ്ഞു മനുഷ്യനായിരുന്നെന്നാണ്. എന്ന് പറഞ്ഞാൽ തീരെ മെലിഞ്ഞ് കുഞ്ഞൊരു മനുഷ്യനായിരുന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്ന് എനിക്ക് വേറെ ചില പഠനങ്ങളിൽ നിന്ന് മനസ്സിലായി. അത്യാവശ്യം ശരീര ആകാരമുള്ള ആൾ തന്നെയായിരുന്നു കർത്താവ് എന്ന് എഴുത്തുകളുണ്ട് അപ്രകാരമുള്ളത്. മാതാവിൻ്റെ രൂപം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെപ്പറ്റി എഴുത്തുകളുണ്ട്. അപ്പോൾ ഇത്രയും ഭാരമുള്ള ശരീരം, ഒരു 75 കിലോ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ 75 കിലോ ഭാരം അല്ലെ 80 കിലോ ഭാരമുള്ള ഒരു ശരീരം ഇങ്ങനെ തറച്ചു വെച്ചിരുന്നാൽ, ഇവിടെ ആണിയടിച്ച് വെച്ചിരുന്നാൽ തൂങ്ങി കിടക്കത്തില്ല, ഇത് പറഞ്ഞു പോരും. അപ്പോൾ അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ ഈ ചിത്രകാരന്മാരൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ കയ്യിലൊരു കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ ഇവിടെ ആണിയടിച്ച് വെച്ചേക്കുന്നതായിട്ടാണ്. ഇവിടെ അല്ല അടിക്കുന്നത് ഇവിടെയാണ്, ഇവിടെ തണ്ടയിലാണ് അടിക്കുന്നത്, തണ്ടയിൽ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, 2 എല്ലുണ്ട് ഇതിൻ്റെ 2 സൈഡിൽ, അതിൻ്റെ ഇടയ്ക്കൂടാണ് അടിക്കുന്നത്. അതുകൊണ്ട് വലിഞ്ഞാലും ഈ എല്ലെ തട്ടി ആണി നിൽക്കും, ഊരിപ്പോരത്തില്ല. അപ്പോൾ ഈ എല്ലിലാണ് ഈ തൂങ്ങി കിടക്കുന്നത്. ഇങ്ങനെ നമ്മൾ ശരീരം ഇങ്ങോട്ട് മുമ്പോട്ടായുകയാണ്. അപ്പോൾ ഈ പെയിനെല്ലാം കർത്താവ് എടുക്കുന്നത് അങ്ങനെയാണ്. ഈ 2 ആണി ഈ 2 കൈത്തണ്ടയിൽ അടിച്ചു കയറ്റി കാലിൽ മാത്രം ശ്വസിക്കുവാൻ വേണ്ടി ഒരു തണ്ട് താഴെ വെച്ചിട്ടുണ്ട്. കാരണം അതേ ഊന്നി വേണം ശ്വസിക്കുവാൻ. കാരണം അല്ലെങ്കിൽ ശ്വാസം മേലോട്ടെടുക്കുമ്പോൾ പെയിൻ എടുക്കും, ഭീകരമായ പെയിൻ എടുക്കും. നമുക്കറിയാം, നിങ്ങൾ ഈ സിസേറിയൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടക്കുന്നവർക്കും അല്ലാതെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടക്കുന്നവർക്കൊക്കെ ആ കാര്യം അറിയാം അല്ലേ. നമുക്ക് ശ്വാസം എടുക്കുമ്പോൾ തന്നെ വേദന എടുക്കും. ഒരു ചെറിയ കീഹോൾ ഓപ്പറേഷൻ ഇത്രയും വേദനയുണ്ടെങ്കിൽ ഇത് എന്തുമാത്രമായിരിക്കും അല്ലേ. അറിയാമല്ലോ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളവർക്കറിയാം, ഒന്ന് ബാത്റൂമിൽ പോകണേ തന്നെ എന്തൊരു പാടാണ്. നമുക്കൊന്ന് പ്രസ് ചെയ്യാൻ പോലും പറ്റില്ല, പെയിൻ എടുക്കും. പെയിൻ എന്ന് പറഞ്ഞാൽ ഭീകര പെയിനാണ്. നമുക്ക് പിന്നെ നമ്മൾ എണീച്ച് പോവും, നമുക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോലും പറ്റില്ല, അത്രയും പോലും പ്രഷർ കൊടുക്കാൻ നമുക്ക് പറ്റില്ല, പിന്നെ ട്യൂബ് ഇടേണ്ടി വരും. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും ഭീകരമായ ഒരവസ്ഥയിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിൻ്റെ പെയിൻ നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇവിടെ അടിച്ചിരിക്കുമ്പോൾ ഈ എല്ലിലാണ് ഈ ആണി ഉരഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇത് ഊരിപ്പോരത്തില്ല, പിന്നെ കെട്ടിയും വെച്ചിട്ടുണ്ടാകുമായിരിക്കാം. ശ്വാസം എടുക്കാൻ വേണ്ടി മാത്രം ചെറുതായിട്ടൊന്ന് ഊന്നും, അല്ലെങ്കിൽ ശ്വാസം എടുക്കാനും പറ്റത്തില്ല. അങ്ങനെ ശ്വാസം എടുക്കാതിരിക്കുവാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? കാലൊടിക്കുന്നത്, കാല് തല്ലി ഒടിക്കുന്നത്. ഇനി ഇവൻ ശ്വാസം എടുക്കരുത്, ശ്വാസം എടുക്കാതിരുന്നാൽ മരിച്ചു പോയിക്കോളും. അപ്പോൾ കാലൊടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മരിക്കും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കാലൊടിക്കുവാൻ വന്നപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് അവൻ്റെ അസ്ഥി ഒടിച്ചില്ല. അത് ചെക്ക് ചെയ്യാനാണ് എന്ത് ചെയ്തത്? മരിച്ചോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് എന്ത് ചെയ്തത്? ഇല്ലെങ്കിൽ കാലൊടിക്കാനായിരുന്നു. കുത്തിയത് അതിനു വേണ്ടിയാണ്, കുന്തം കൊണ്ട് കുത്തി നോക്കിയത് മരിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അവിടെ നിന്ന് ജലവും നീരും താഴേക്ക് ഊറ്റി ആദാമിൻ്റെ വായിലേക്ക് ഇറ്റിറ്റ് വീഴിക്കുവാനായിരുന്നു. അതുകൊണ്ട് കർത്താവിനെ നേരത്തെ കർത്താവിൻ്റെ ആത്മാവിനെ എടുക്കുകയും കാലൊടിക്കാതിരിക്കുകയും പിന്നെ മരിച്ചോ ഇല്ലയോ എന്ന് കുത്തി നോക്കുവാനുള്ള ഒരു പ്രേരണ ആ റോമൻ പടയാളിക്ക് കൊടുക്കുകയും തൽഫലമായി കുത്തുകയും അതിന് പ്രകാരം രക്തവും വെള്ളവും ചീറ്റി അന്തരീക്ഷവും ഭൂമിയും ശുദ്ധീകരിക്കപ്പെടുന്ന തലത്തിലേക്ക് അത് വരികയും ചെയ്തു. ഇതൊക്കെ ഒരു ദൈവിക പദ്ധതിയാണ്. അപ്പോൾ ഈ ശരീരത്തെ വലിച്ചൂരണം ചെറിയ കാര്യമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ഇത് റോമൻ പടയാളിയല്ല ഊരുന്നത്, അവനാണെങ്കിൽ ഒറ്റ വലിയും വലിക്കും. അവനെന്തോ തറച്ചവൻ ഇത് വലിച്ചൂരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല.
ആ വേദന അവൻ്റെ ഉള്ളിലില്ലല്ലോ. പക്ഷേ ഇത് രഹസ്യമായ കർത്താവിനെ അനുഗമിച്ച 2 ശിഷ്യന്മാരാണ്, യൗസേപ്പും നിക്കോദിമോസും. ഇവർ, ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, വല്ല ഏണിയും വല്ലതും വെച്ച് കയറി കാണും, നല്ല ഹൈറ്റിൽ നിൽക്കുകയല്ലേ, എന്നിട്ട് എന്ത് ചെയ്ത് കാണും? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതെങ്ങനെ ആണി വലിച്ചു ഊരുമോ? ഊരാനൊന്നും പറ്റത്തില്ലല്ലോ, 1-ാം തരം ആണിയാണ് അടിച്ചു വെച്ചിരിക്കുന്നത്, അതായത് ഊരാനൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെന്ത് ചെയ്യും? വലിച്ചു പറിക്കുകയല്ല ലക്ഷ്യമുള്ളൂ. അങ്ങനെ ആയിരിക്കും അതെടുത്തത്. അപ്പോൾ 2 പേരേ ഉള്ളൂ. ഒരു കൈ വലിച്ച് ഇങ്ങോട്ട് പറിക്കുമ്പോൾ ആ ശരീരം മുഴുവൻ ഇങ്ങോട്ടേക്ക് പോരത്തില്ലേ? നിങ്ങളിങ്ങനെയൊക്കെ കാണണം അതിനെ. എന്നാലേ നമുക്ക് പീഡാനുഭവ ധ്യാനം എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. ഒരമ്മ താഴെ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2 ആണുങ്ങൾ അവിടെ നിൽപ്പുണ്ട്. അവരായിരിക്കും പിന്നെ ഈ ശരീരം താങ്ങുന്നത്. യൗസേപ്പ് മറ്റേ കൈയിനും പറിച്ചെടുക്കണ്ടേ, പിന്നെ കാല് പറിച്ചെടുക്കണ്ടേ? ഇതെല്ലാം പറിച്ചെടുക്കുകയാണ്. കുരിശിന്ന് ഇറക്കി എന്നങ്ങ് പറയുമ്പോൾ നമ്മൾ വളരെ നിസ്സാരമായിട്ടും കണ്ടു, കുരിശിന്ന് ഇറക്കി, ഓക്കെ, കുരിശിന്ന് ഇറക്കി. എങ്ങനെ ഇറക്കി? 3 ആണുങ്ങൾ. എന്നിട്ട് ഞാനിത് പറയേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഇതിന് കുറച്ച് സമയം എടുത്ത് കാണും. ഇനി ഈ ശരീരത്തിൻ്റെ രക്തക്കറയെല്ലാം ഈ സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ട് ഇവർ തുടച്ച് കാണും. വേറൊരു കാര്യം, ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, കർത്താവിനെ പൂർണ്ണ നഗ്നനായിട്ടാണ് തൂക്കിയിരിക്കുന്നത്, അല്ലാതെ നിങ്ങൾ ഈ കാണുന്ന പോലൊന്നുമല്ല. അതുകൊണ്ടാണ് സൂര്യൻ വെട്ടം മറച്ചത്. സൃഷ്ടാവിൻ്റെ നഗ്നത കാണാതിരിപ്പാൻ സൂര്യൻ തൻ്റെ രശ്മികളെ മറച്ചു കളഞ്ഞു എന്നാണ്. അത് പിതാക്കന്മാരുടെ പ്രാർത്ഥന തലത്തിലാണ് പോകുന്നത്. അപ്പോൾ ആ ശരീരമെല്ലാം തുടച്ചിട്ട് സുഗന്ധലേപം പൂശണം. ആര് പൂശണം? ഈ പുരുഷന്മാർ പൂശണം. ആര് ചെയ്യേണ്ട ജോലിയാണ്? സ്ത്രീകൾ ചെയ്യേണ്ട ജോലിയാണ്. അതും ഇനിയും മിനിറ്റുകൾ മാത്രമേ ബാക്കി കാണത്തുള്ളൂ. പുരുഷന്മാർക്ക് പരിചയമില്ലാത്തിരുന്നൊരു ജോലി 3 ദിവസം മുതൽ 7 ദിവസം കൊണ്ട് തീർക്കേണ്ട ഒരു ജോലി അരമണിക്കൂറിനുള്ളിൽ തീർക്കണം. ആലോചിക്കണം, ആ രീതിയിൽ ആലോചിക്കണം. അതിനെ വെറുതെ ആലോചിക്കരുത്, ആ രീതിയിൽ ആലോചിക്കണം. ഇപ്പം സ്ത്രീകളോട് പിന്നെ ഭർത്താവ് പറയുകയാണ്, എടി പെട്ടെന്നൊരു മീൻകറി ഉണ്ടാക്കിയേ എന്ന് പറഞ്ഞാൽ അവർ 15 മിനിറ്റ് കൊണ്ട് സാധനം റെഡിയാക്കിക്കൊണ്ട് വരും. എന്നാലും ഇത് പരിചയമില്ലാത്ത ഒരു പുരുഷനോട് പറഞ്ഞു നോക്കി, അവന് ഒരു ദിവസം കിടന്ന് ഉച്ചയും കുത്തി നിന്നാലും ചിലപ്പോൾ നടക്കത്തില്ല, പരിചയമില്ലാത്ത പുരുഷന്. അപ്പോൾ ഇത് പരിചയമില്ലാത്ത പുരുഷന്മാർ ഇത് ചെയ്യുമ്പോൾ സമയമെടുക്കും. പക്ഷേ അവർക്കിത് അരമണിക്കൂർ കൊണ്ട് തീർക്കുകയും വേണം. കാരണം അരമണിക്കൂറിന്, അല്ലെങ്കിൽ പോട്ടെ, ഈ 6 മണിക്കൂറിനകം 6 മണിക്ക് മുമ്പ് ഇത് തീർക്കണം. 3 മണിക്ക് പോയി അനുവാദം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഓടി വന്ന് കുരിശിൽ നീ സാധനം ഇറക്കി കഴിയുമ്പോൾ തന്നെ സമയം എത്രയാവും? കൂടി വന്നാൽ 1 മണിക്കൂറേ ബാക്കി ഉണ്ടാകത്തുള്ളിൽ 1.5 മണിക്കൂർ നിങ്ങൾ വിചാരിച്ചു. വേണ്ട, 2 മണിക്കൂർ ഇട്ടോ. 2 മണിക്കൂറിൻ്റെ പണിയല്ലിത്. 3 ദിവസം മുതൽ 7 ദിവസം വരെ ചെയ്യാവുന്ന ഒരു പണി ഈ 3 പുരുഷന്മാർ നിന്ന് വെറും 2 മണിക്കൂറിനുള്ളിൽ തീർക്കണം. അതും പരിചയമില്ലാത്ത പണി. അപ്പോൾ ഇത് പൂർണ്ണതയിൽ ചെയ്യുവാൻ അവർക്ക് പറ്റില്ല. അവരുടെ കുഴപ്പമല്ല, അവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്വർഗം നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച്, മുൻനിശ്ചയിച്ചതനുസരിച്ച്, എഫേസ്യ ലേഖനത്തിൽ പഠിച്ച പോലെ താൻ മുൻനിശ്ചയിച്ചു. അപ്പോൾ അതനുസരിച്ച് ഈ ലാസറിൻ്റെ പെങ്ങൾ മറിയയിൽ കൂടി ഏറ്റവും വിലയേറിയതും പരിശുദ്ധവുമായ സ്വച്ഛടമാംസി തൈലത്താൽ കർത്താവിനെ തല മുതൽ പാദം വരെ അത് ഒഴുക്കി അവൻ്റെ ശവസംസ്കാരത്തിനുള്ള ഒരു അടയാളമായിട്ട് ക്രമീകരിക്കുകയാണ്. ഇവിടെ എൻ്റെ ഒരു ചോദ്യമുണ്ട്, അതിന് നിങ്ങൾ ഉത്തരം പറയണം. ഈ മുൻനിശ്ചയിച്ചതാണെന്ന് പറഞ്ഞു,
ഇവിടെയാണ് എൻ്റെ ക്രക്സ് സാധനം ഇരിക്കുന്നത്, ഞാൻ പറയാൻ പോകുന്ന കാര്യം. ഇത് മുൻനിശ്ചയിച്ചതാണെന്ന് പറഞ്ഞു അല്ലേ? മറിയയ്ക്ക് ആ ഒരു ബോധം, ഉൾബോധം വന്ന് കർത്താവ് തന്നെ സാക്ഷീകരിക്കുക, അത് അവൾ എൻ്റെ ശവസംസ്കാരത്തിനായിട്ട് ചെയ്തതാണ്, നീ ഇപ്പം മിണ്ടരുത് ഇതിനെപ്പറ്റി, ദരിദ്രന്മാരൊക്കെ നിൻ്റെ കൂടെ ഉണ്ട്. യൂദായുടെ ഉദ്ദേശം എന്താണ്? യൂദായുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇവിടെ? യൂദാ പറയാണ്, എന്തിനാണ് ഇത്രയും പണം ചെലവാക്കുന്നത്? ഒരു വർഷത്തെ ഒരാളുടെ ഇൻകമാണ്. ഇത്രയും പണം എന്തിനാണ് ചെലവാക്കുന്നത്? അത് ദരിദ്രന്മാർക്ക് കൊടുക്കരുതോ എന്ന് ചോദിക്കുന്നത് ദരിദ്രന്മാർക്ക് കൊടുക്കാനുള്ള ഉദ്ദേശത്തിലല്ല, പിന്നെയോ ആ പൈസ ദരിദ്രന്മാർക്ക് കൊടുക്കാൻ കർത്താവ് മറിയയോട് പറയുകയാണെങ്കിൽ മറിയ സമ്മതിക്കും, ഒരു സംശയമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അത് തൈലമായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അത് പൈസ ആക്കിയിട്ട് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ മറിയ സമ്മതിക്കും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ കർത്താവ് പറയാൻ പോകുന്നത് എന്തായിരിക്കും എന്നറിയാമോ? ദരിദ്രന്മാർക്ക് കൊടുക്കാനാണെങ്കിൽ ആ പൈസ യൂദയെ ഏൽപ്പിക്കാൻ പറയും. കാരണം ഖജാൻജി യൂദയാണ്. യൂദയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ദരിദ്രന്മാർക്ക് കുറച്ച് പൈസ കൊടുക്കും, ബാക്കി അവൻ എടുക്കും. ഇത് യൂദയ്ക്ക് പണമോഹം ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കും. അതുകൊണ്ട് തന്നെ ആ പ്ലാനെല്ലാം സ്വർഗം നേരത്തെ ക്യാൻസൽ ചെയ്തിട്ട് മറിയയിൽ ഈ ശുശ്രൂഷ ഫലമേൽപ്പിച്ചു. എൻ്റെ ചോദ്യം, ഇത് മുൻനിശ്ചയിക്കപ്പെട്ടതാണെങ്കിൽ ഇത് അറിയാമോ? ഇത് മറിയ പുത്രൻ്റെ ശവസംസ്കാരത്തിനായിട്ട് ഇത് ചെയ്യുന്നു എന്നുള്ള കാര്യം സ്വർഗത്തിൽ ഇരിക്കുന്ന പിതാവിനറിയാമോ? പരിശുദ്ധാത്മാവിനറിയാമോ? യേശുവിനറിയാമോ? അറിയാം. ഈ മറിയ ഇതെങ്ങനെ അറിഞ്ഞു? അതാണ് മറിയയ്ക്ക് ഇതെങ്ങനെ മനസ്സിലായി? അതായത് മറിയയ്ക്ക് ഈ ഒരു പ്രേരണ കിട്ടുമ്പോൾ തന്നെ അവളുടെ ഉള്ളിൽ ആത്മാവ് മന്ത്രിച്ചിരുന്നു, ഇവൻ മരിക്കാൻ പോകുമ്പോൾ ഇവന് വൃത്തിയായിട്ടൊരു ശവസംസ്കാര ശുശ്രൂഷ കിട്ടില്ല, അത് ഞാൻ അനുഷ്ഠിക്കണം. അതിനായിട്ട് അവളുടെ സകലവും അവൾ ഉപേക്ഷിച്ച് ഏറ്റവും വിലയേറിയതും വിശുദ്ധവുമായ തൈലം തന്നെ അവൾ വിലയ്ക്ക് വാങ്ങി. നമ്മൾ കൊടുക്കേണ്ട തൈലം എന്താണെന്നറിയാമോ? നമ്മൾ കൊടുക്കേണ്ട തൈലം ശീമ നമസ്കാരം ഇവിടെ കണ്ട് ഇരിപ്പുണ്ടായിരുന്നല്ലോ. ശീമ താഴെ ഇരിപ്പുണ്ട്. എനിക്കറിയാം, ആ പാട്ട് എടുത്തോ. ശീമ നമസ്കാരം എടുത്തേ. ശീമ നമസ്കാരം എന്നൊരു പുസ്തകം അവിടെ ഇരിപ്പുണ്ട്, നിങ്ങളെല്ലാവരും എടുക്ക്. കണ്ടോ? അതിൽ തിങ്കളാഴ്ച സൂത്തറ എടുക്കാനറിയാമോ? അല്ലെങ്കിൽ ഞാൻ എടുത്തുതരാമെന്ന് ഞാൻ നോക്കട്ടെ. പേജ് നമ്പർ ഞാൻ പറഞ്ഞുതരാം. തിങ്കളാഴ്ച സന്ധ്യാനമസ്കാരത്തിലെ സൂത്താറാക്രമം പേജ് നമ്പർ ഞാനിപ്പം പറഞ്ഞുതരാം. (114) അതിൽ ആ 2 സ്റ്റാൻസായി നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് ഈ ഒരു സംഭവം പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ ആരാധനയിലെ പ്രാർത്ഥനകൾ മാത്രമല്ല, സംഭവങ്ങൾ ചേർത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് തിങ്കളാഴ്ച സൂത്താറായിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും എടുത്തോ ശീമനമസ്കാരം. 114 പേജ് കണ്ടോ? എളുപ്പമുള്ള ട്യൂണാണ്, നിങ്ങൾക്കറിയാവുന്ന പാട്ടുമാണ്, പക്ഷെ വേറെ ലിറിക്സ് ആണെന്നുള്ളതേ ഉള്ളൂ. ഏകാത്മജദേവാ ഞാൻ നിൻ കൃപയുടെ കടലിൽ നോക്കുന്നേൻ, എൻ കടമേറി പാപം പെരുതായി. ഒരു പാപി പാടുകയാണ്. ഏകാത്മജദേവ, നിന്റെ തിരുമുമ്പിൽ ഞാൻ വന്ന് നിന്റെ കൃപയുടെ കടലിലേക്ക് നോക്കുകയാണ്, എൻ്റെ കടവുമേറി പാപം പെരുതായി. നിൻ സോപ്പായന്മേൽ പൂശി തെന്മിഴി നീരാൽ വെണ്മയഴാൻ കേഴുന്നേ നിൻ ജനകസ്നേഹത്താൽ. അർത്ഥം മനസ്സിലായോ? നിന്റെ സോപ്പ എൻ്റെ മേൽ പൂശണം, എൻ്റെ മിഴിനീരാൽ ഞാൻ വെണ്മയാകുവാൻ ഞാൻ നിന്നോട് കേണപേക്ഷിക്കുകയാണ്, നിന്റെ സ്നേഹത്താൽ എന്നെ വെണ്മയാക്കണമേ. അടുത്തത്
എൻ വൈരികൾ മോദിച്ചീടാ അനുതാപമിഴും പാതകയിൽ ദൂതസമൂദം മോദിച്ചോദട്ടെ. എൻ വൈരികൾ മോദിച്ചീടാ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മോദിച്ചീടാതെ എന്നാണ്. മനസ്സിലായോ? വേണ്ട കഷ്ടത വീൺ ചിന്തയും അടിയാരിന്നൊഴിക്കുക എന്ന് പാടുമ്പോൾ അർത്ഥം എന്താണ്? വേണ്ടാത്ത കഷ്ടതയും വീൺ ചിന്ത, സ്വർഗീയ അല്ല ദുഷ്ടചിന്തയും. വിൺചിന്ത എന്ന് പാടരുത്. വിൺചിന്ത എന്ന് പാടുമ്പോൾ സ്വർഗീയ ചിന്തയായി പോവും. വീൺ ചിന്തയും അടിയാരിന്നൊഴിക്കുക എന്നാണ് പാടേണ്ടത്. പലരും പാടുന്നത് തിരിച്ചാണ്. വേണ്ട കഷ്ടത, കഷ്ടതയും വേണ്ട, സ്വർഗീയ ചിന്തയും വേണ്ട. അതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേണ്ട കഷ്ടത വീൺ ചിന്തയും അടിയാരിന്നൊഴിക്കുക എന്ന് പറയുന്ന പോലെയാണ്. വേറൊരു വരി അതുപോലെ ഉണ്ട്. ഏതാണെന്നറിയാമോ? പാതാളത്തിൽ പോകാൻ വിടാ ഞാൻ. അത് ഏത് പാട്ടാണ് അങ്ങനെ നമ്മൾ പാടുന്നത്? എൻ്റെ ശരീരം ഭക്ഷിച്ചെൻ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ. വിടാ ഞാൻ എന്ന് പറഞ്ഞാൽ വിടത്തില്ലെന്നാണ്. വിടാ പഴയ മലയാളമാണ്. നമ്മൾ പാടുന്നത് എങ്ങനെയാണെന്നറിയാം? വിടാം ഞാൻ എന്നാണ് പാടുന്നത്. അതായത് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെ പാതാളത്തിൽ വിടാം എന്നല്ല, വിടാ, വിടത്തില്ലെന്ന്. അപ്പോൾ ഇത് ആ രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എൻ വൈരികൾ മോദിച്ചിടാ അനുതാപമെഴും പാതകയിൽ ദൂതസമൂഹം മോദിച്ചോദട്ടെ. അത് താഴോട്ട് 2 ലൈനൂടെ പോവും. എനിക്ക് അടുത്ത സ്റ്റാൻസയാണ് നിങ്ങളെ പാടി കേൾപ്പിക്കേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മൂല്യമിതാ തരണം തൈലം വ്യാപാരിയോടേവം പറയും പാപിനി തൻ്റെ നാദം ബഹുമധുരം. ഇവിടെ ആ പാപിനിയായ സ്ത്രീയുടെ തൈലത്തെയാണ് പ്രതിപാദിക്കുന്നത്, മറിയയുടെ അല്ല. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവത്തിന് അർപ്പിക്കുന്ന തൈലം അല്ലെങ്കിൽ നമ്മളുടെ കാഴ്ചകൾ എപ്രകാരമായിരിക്കണമെന്ന് ഈ സ്റ്റാൻസയിൽ വളരെ കാവ്യഭാവനയിൽ പിതാക്കന്മാർ എഴുതിയിട്ടുണ്ട്. ഇത് അതിൻ്റെ കാവ്യഭാവന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വല്ലാത്തൊരു ആത്മീകാനുഭവം. നിങ്ങൾക്ക് ഒരു തുള്ളി കണ്ണീര് പൊഴിക്കാതെ പോകാനും പറ്റത്തില്ല അത് ശരിയായി ആരാധിച്ചാൽ. അതൊന്ന് അപഗ്രഥനം ചെയ്ത് ആ പാട്ടൊന്ന് പാടി നോക്കണം. അതായത് ഒന്നുകൂടെ പാടാം. മൂല്യമിതാ തരണം തൈലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൂല്യമിതാ തരണം തൈലം എന്ന് പറഞ്ഞാൽ അതായത് ഈ പാപിനി എന്ന് കടയിൽ ചെന്ന് നിൽക്കുകയാണ്. കടയിൽ ചെന്ന് നിന്നിട്ട് പറയുകയാണ്, ദേ പൈസ എന്നാ എനിക്ക് തൈലം താന്ന് പറയുകയാണ്. അതാണ് മൂല്യമിതാ തരണം തൈലം. നമ്മുടെ പാട്ടുകളിൽ പാട്ടുകളുടെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്. നമ്മളൊന്ന് ഇരുന്ന് നോക്കിയാലേ ഇതിൻ്റെ അർത്ഥം പിടികിട്ടുള്ളൂ. അർത്ഥം പിടികിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിരുന്നു പോകും. നിങ്ങൾ ഇതിൻ്റെ അർത്ഥം ഒന്ന് കേട്ട് നോക്കണം. മൂല്യമിതാ തരണം തൈലം വ്യാപാരിയോടേവം പറയും പാപിനി തൻ്റെ നാദം ബഹുമധുരം. അതായത് പാപിനി എന്ന് കടയിൽ ചെന്ന് നിൽക്കുകയാണ്. കടക്കാരാ, എനിക്ക് തൈലം താ, പൈസ ഇന്നാ. അതാണ് അടുത്ത ലൈൻ പറയുന്നത്. വ്യാപാരിയോടേവം പറയും പാപിനി തൻ്റെ നാദം. ആ ശബ്ദം എത്ര മനോഹരമാണ് എന്ന് പറയാണ്. എന്നിട്ട് അടുത്ത ലൈൻ ശ്രദ്ധിച്ചോ. അവൾ പറയാണ്, നൽകുക മേൽത്തരമാം തൈലം. നിക്ക് നൽകുക മേൽത്തരമാം തൈലം. ചുമ്മാ എന്തെങ്കിലും തൈലം തന്നാൽ പോരാ, ഏറ്റവും നല്ല തൈലം തരണം. എന്നിട്ട് പിതാക്കന്മാരുടെ ഭാവന നിങ്ങൾ കാണണം. അവിടെയാണ് അതിൻ്റെ ക്രാക്സ് ഇരിക്കുന്നത്. ഞാനതിലെൻമിഴി നീർ ചേർത്തിട്ടേകാൽമജനെ അഭിഷേകിക്കട്ടെ. എന്താണ്? തൈലം തരണം. തൈലം ചുമ്മാ കൊണ്ടുവച്ചാൽ പോരാ, ഞാൻ അതിൽ എൻ്റെ കണ്ണുനീരും കൂടെ മിക്സ് ചെയ്തിട്ട് ഏകാത്മജനെ അഭിഷേകിക്കട്ടെ.
അതാണ് ഈ പൗരസ്ത്യ ആരാധനയിൽ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ പിതാക്കന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ചുമ്മാ പാടിപ്പോവുക. ഇതിൻ്റെ അർത്ഥം എന്തൊരു അർത്ഥമാണിത്? നിങ്ങൾ നോക്കിയേ, ഒരു സ്ത്രീ ചെന്ന് കടയിൽ നിൽക്കുകയാണ്. മൂല്യമിതാ തരണം തൈലം വ്യാപാരിയോടേവം പറയും പാപിനി തൻ്റെ നാദം ബഹുമധുരം നൽകുക മേൽത്തരമാം തൈലം ഞാനതിലെൻ മിഴിനീർ ചേർത്തിട്ടേകാത്മജനെ അഭിഷേകിക്കട്ടെ. ഇനി ഈ പരിമള തൈലത്താൽ ഞാൻ പാപവിമോചനമാർന്നിടുമെന്നെൻ ദൈവത്തിൽ പ്രത്യാശിക്കുന്നേൻ. ഈ പരിമള തൈലത്താൽ ഞാൻ പാപവിമോചനമാർന്നിടുമെന്നെൻ ദൈവത്തിൽ പ്രത്യാശിക്കുന്നു. ബാക്കി, അവൾ തൈലം വാങ്ങിച്ചെന്നാൽ വിശ്വാസം ദർശിച്ചുടയോൻ ഹല്ലേലൂയ പാപക്ഷമ നൽകി. അവൾ തൈലം വാങ്ങിച്ചെന്നാൽ വിശ്വാസം ദർശിച്ചുടയോൻ ഹല്ലേലൂയ പാപക്ഷമ നൽകി. അപ്പോൾ ദൈവസന്നിധിയിൽ കാഴ്ചകൾ അർപ്പിക്കുമ്പോൾ അതിനകത്ത് നമ്മളുടെ കണ്ണുനീരും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവനിലൊരാശ്വാസവും അവന് നമ്മിലൊരാശ്വാസവും കിട്ടും. പാപം ക്ഷമിച്ച് കിട്ടുന്നത് കർത്താവിനും കൂടെ ആശ്വാസമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നമുക്ക് മാത്രമല്ല, നമ്മൾ പാപാവസ്ഥയിലിരിക്കുമ്പോൾ ദൈവത്തിനത് അസ്വസ്ഥതയാണ്. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കാരണം സൃഷ്ടി നടന്നിരിക്കുന്നത് എവിടെയാണ്? ദൈവത്തിലാണ്. ശൂന്യതയിൽ എന്ന് പറയുമ്പോൾ ദൈവത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് നമ്മളെല്ലാം ക്രിസ്തുവിലാണ്. ആ ക്രിസ്തുവിൽ ഇരുന്നുകൊണ്ട് നമ്മൾ പാപത്തിൽ വീണ് കഴിയുമ്പോൾ വിശുദ്ധിയായിരിക്കുന്ന ക്രിസ്തുവിനത് അസ്വസ്ഥതയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു പാപക്ഷമ കിട്ടുമ്പോൾ കർത്താവിനത് ആശ്വാസമാണ്. നീ അവനാൽ ആശ്വസിക്കുകയും അവൻ നിന്നാൽ ആശ്വസിക്കുകയും ചെയ്യുവാനിടയാകട്ടെ. അപ്പോൾ ഈ ഒരു ബോധ്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. യൂദ പണം മോഹിച്ചിട്ട് അവളോട് പറയുകയാണ്, ഇതൊക്കെ ദരിദ്രന്മാർക്ക് കൊടുത്താൽ പോരെ? ദരിദ്രന്മാരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, കർത്താവിനുള്ളത് കർത്താവിനിപ്പം കൊടുക്ക്. കർത്താവ് അതാണ് പറയുന്നത്. പലപ്പോഴും പലരും നമ്മളെ വിമർശിക്കാറുണ്ട്. ഇതെന്തിനാണ് ഇത്രയും പൈസ മുടക്കുന്നത്, ഇതിനെന്തിനാണ് ഇത്രയും ധൂർത്ത് എന്നൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നത് ഏറ്റവും വിലയേറിയതാണ്. ചില എന്നല്ല, എല്ലാം. പക്ഷെ അതിനകത്തൊരു ധൂർത്തല്ല, അതിനകത്ത് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ആ ഒന്നാം സ്ഥാനത്തിൻ്റെ മഹിമയാണ്, പ്രാധാന്യത്തെയാണ് ദർശിക്കേണ്ടത്. അതിൽ കൊടുക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ അനുതാപം കൂടെ മിക്സ് ചെയ്ത് വേണം കൊടുക്കുവാൻ. അല്ല ചുമ്മാതെ ഞാനിത് പള്ളിക്ക് 50,000 രൂപ കൊടുത്തു, അല്ലെങ്കിൽ 2 കോടി രൂപ കൊടുത്തു, അതിനകത്ത് നിൻ്റെ പാപക്ഷമയുടെ അനുതാപം കൂടെ മിക്സ് അല്ലെങ്കിൽ ഈ കൊടുത്തതെല്ലാം വ്യർത്ഥമായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ക്രിസ്തു സ്നേഹമാണ് എല്ലാറ്റിനും വലുത്. നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് വിഷയം. നമ്മുടെ ഇൻറ്റൻസിറ്റി ഓഫ് അവർ ഡിസയർ, അല്ലെങ്കിൽ കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശശുദ്ധി എന്താണ്. ഞാൻ ഇന്ന കാര്യം ചെയ്തു എന്ന് കാണിക്കുവാനായിരുന്നോ അതോ കർത്താവിൻ്റെ മഹിമയ്ക്കായിരുന്നോ? ഇവൾക്ക് വേണമെങ്കിൽ ഞാൻ ഏറ്റവും വലിയ സ്വച്ഛടമാംസി തൈലമാണ്, ദാണ്ട്രാ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് കാണിക്കാമായിരുന്നു. ഇവിടെ പറയുന്നത് ആ ഭരണി അവൾ പൊട്ടിച്ചു തുറന്നു എന്നാണ്. പൊട്ടിച്ചു. ഇവിടെ മലയാളം വേദപുസ്തകത്തിൽ അത് എഴുതിയിട്ടില്ല. ഇംഗ്ലീഷ് വേദപുസ്തകം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കി. ഷീ ബ്രോക്ക് ദ ജാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ബ്രോക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആ ജാർ പിന്നെ ഉപയോഗിക്കാൻ കൊള്ളാമോ? കൊള്ളത്തില്ല. പൊട്ടിച്ചു കളഞ്ഞു. കാരണം ഞാൻ കർത്താവിന് ഇന്ന സാധനം കൊടുത്തിട്ടുണ്ട്, ആ കൊടുത്ത ഭരണിയാണ് ഇതാണ്ട് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, വീട്ടിൽ വെച്ചേക്കാം. പിന്നെ 4 ആൾ വരുമ്പോൾ കർത്താവിന് ഞാൻ ഒഴിച്ച ഭരണിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ അത് അവൾ സൂക്ഷിച്ചില്ല. അവിടെ നമ്മൾ എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നത്. ഞാൻ ഇന്നത് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് സ്ഥാപിക്കാനുള്ള സ്മാരകങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ മുറിയിലുണ്ട്.
അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ട്. അതൊക്കെ നല്ലതല്ലയോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. പക്ഷേ ആരുടെ മഹത്വമാണ് ഇതിനകത്തെല്ലാം ഇരിക്കുന്നത്? നമ്മുടെ മഹത്വമേ ഉള്ളൂ, വേറെ ആരുടെ മഹത്വമാണ്? ഇവൾക്ക് വേണേൽ ആ ജാറ് സൂക്ഷിച്ചിട്ട് വരുന്നവരോടും പോകുന്നവരോടും എല്ലാം എന്തുവായാലും കർത്താവ് മരിച്ചതിന് ശേഷം എത്ര കാലം ജീവിച്ചിരുന്നുണ്ടാവും? കാരണം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റനായ ആ കർത്താവിൻ്റെ പിൻഗാമികളായിട്ട് അനേകർ വന്നപ്പോൾ ഇവൾക്ക് വേണേ തന്നെ ഒരു കൾട്ടാക്കാമായിരുന്നു. ഞാൻ മറിയാണ് കേട്ടോ. പണ്ട് നിങ്ങൾ വിശ്വസിച്ച് ആരാധിച്ചു പോകുന്ന കർത്താവിൻ്റെ കാൽപാദത്തിൽ കർത്താവിൻ്റെ ശവസംസ്കാരത്തിനായിട്ട് അവൻ തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ആ ക്രിയ ചെയ്തത് ഞാനാണ്. അതിൻ്റെ തെളിവായിട്ട് തേണ്ടിരിക്കുന്ന ജാറ്. അവൾ പറഞ്ഞില്ല, അവൾ സൂക്ഷിച്ചില്ല, അത് പൊട്ടിച്ചോളും. അതാണ് വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതെ ഇരിക്കത്തക്കവണ്ണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒരു വെർച്ച്യൂ ആരും അറിയരുത്. ഒരു വെർച്ച്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ആത്മീയമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും ആരും അറിയാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് മാത്യു ബാബച്ചൻ കർത്താവിനോട് നേരിട്ടുള്ള സംഭാഷണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യവും പുറത്തു വിട്ടിട്ടില്ല. അത് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബുക്കിൽ നിങ്ങൾ തുടരരുത്, ഞാൻ മരിച്ചതിന് ശേഷം മാത്രമേ ഇത് തുറക്കാവൂ. വേണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇത് ഞാൻ ഇന്നലെ കർത്താവിനോട് പറഞ്ഞതാണ് കേട്ടോ, ഇത്രയും കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കാണിക്കരുതായിരുന്നു. കാണിക്കത്തില്ല. അപ്പോഴേ പരിശുദ്ധനായി. അപ്പോൾ തന്നെ അനേക ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നുകൊണ്ടേ ഇരുന്നിരുന്നു. അപ്പോൾ ഇതും കൂടെ പബ്ലിഷ് ചെയ്തിരുന്നെങ്കിലോ? അപ്പോൾ അതെല്ലാം മാറ്റി നിർത്തി സ്വകാര്യമായിട്ട് തന്നെത്താൻ താഴ്ത്തി നമ്മളുടെ മഹിമയെല്ലാം ഒതുക്കി വെച്ച് ക്രിസ്തുവിൻ്റെ നാമം, കർത്താവിൻ്റെ നാമം മാത്രം മഹിമപ്പെടുത്തുവാനുള്ള ഒരു ആധ്യാത്മിക നൽവരത്തിലേക്ക്, ആ ഒരു കൃപയിലേക്ക് നമ്മൾ വളരുവാൻ ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയും കൂടുതലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് പഠിക്കാം. ദൈവം എല്ലാവരെയും വാഴ്ത്തിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്പസമയം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. മൂല്യമിതാത്തരണം തൈലം വ്യാപാരിയോടേവം പറയും പാപിനി തൻ്റെ നാദം ബഹുമധുരം നൽകുക മേത്തരമാം തൈലം. ഞാനതിലൻ മിഴിനീർ ചേർത്തിട്ടേകാത്മജനേ അഭിഷേകിക്കട്ടെ. പരിമള തൈലത്താൽ ഞാൻ പാപവിമോചനമാർന്നിടുമെന്നെൻ ദൈവത്തിൽ പ്രത്യാശിക്കുന്നേ. അവൾ തൈലം വാങ്ങി ചെന്നാ വിശ്വാസം ദർശിച്ചുടയോൻ ഹല്ലേലൂയ പാപക്ഷമ നൽകി.